الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر
صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: لا تزنوا فيذهب الله لذة نسائكم من أجوافكم. صدق رسول الله صلى الله عليه وسلم. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل. لا إله إلا الله لا إله إلا الله لا إله. بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال. لا إله إلا الله. മഹനീയമായ വേദിക്ക് ആത്മീയ നേതൃത്വം നൽകി ഈ സദസ്സ് ധന്യമാക്കി തീർക്കുന്ന ബഹുവന്യരായ ഉലമാക്കളെ, മഹല്ലിൻ്റെ കർമ്മോത്സുകരായ പരിപാലക സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മദ്രസ വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിക്കുവാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ-റഹീമായ അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടെയവർ, നമ്മുടെ മഹല്ലുകളുടെ പ്രവിശാലമാക്കപ്പെട്ട ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ, അള്ളാഹു ഏവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്കേവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമ്മളെല്ലാവരും വിശ്വാസികളാണ്, മോമിനീങ്ങളാണ്. മോമിനീങ്ങളായതുകൊണ്ട് തന്നെ കടമകളും കടപ്പാടുകളും നല്ലതുപോലെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഹളറത്തിൽ വലിയ വില നൽകേണ്ടി വരും. നമുക്കെല്ലാവർക്കും ഒരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട്, മാതാപിതാക്കളോടുള്ള കടമകൾ മക്കൾക്കുമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കടമകളുണ്ട്, ഭർത്താവിന് ഭാര്യയോട് കടമകളുണ്ട്. നമുക്ക് നമ്മുടെ അയൽവാസികളോട് കടമകളുണ്ട്, ബന്ധുമിത്രാദികളോടുണ്ട്, കൂട്ടുകുടുംബാദികളോടുണ്ട്, സഹജനങ്ങളോടുണ്ട്, സുഹൃത്തുക്കളോടുണ്ട്. എന്നല്ല, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് കടമകളും കടപ്പാടുകളുമുണ്ട്. അതെല്ലാം പരിപൂർണമായി ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി, മോമിനായി നമ്മൾ പരിണമിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ യഥാർത്ഥ മോമിനീങ്ങളിൽ, സത്യവിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കടമകളും കടപ്പാടുകളും പരിപൂർണമായി ശ്രദ്ധിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളോട് മക്കളാകുന്ന നമുക്കുള്ള കടമകൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്.
നീ നിന്റെ മാതാപിതാക്കൾക്ക് എത്ര കടമകളും കടപ്പാടുകളും ചെയ്താലും, പ്രിയപ്പെട്ട യുവാക്കൾ യുവതികൾ നല്ലതുപോലെ മനസ്സിലാക്കണം, നമ്മളാരും അവർക്ക് ചെയ്യുന്ന ഖിദ്മത്തുകൾ ഒരിക്കലും പരിപൂർണ അർത്ഥത്തിലെത്തുകയില്ല. അഥവാ അവർ നമുക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ പറ്റൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരം, അവർ നൽകിയ ലാളനകൾക്ക് പകരം, അവർ നമുക്ക് നൽകിയതാകുന്ന സ്നേഹങ്ങൾക്ക് പകരം നിന്റെ ജീവിതത്തിൽ നിന്റെ മാതാപിതാക്കൾ പ്രായം ചെല്ലുമ്പോൾ അവർക്ക് നീ എന്തൊക്കെ നൽകിയെന്ന് പറഞ്ഞാലും പകരം വെക്കാൻ പറ്റുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സമാനമായ ഒരു സംഭവം നബിയുടെ കാലഘട്ടത്തിൽ മുത്തുനബിയുടെ അടുക്കൽ നടക്കുകയാണ്. ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്. ആ പ്രായം ചെന്ന മാതാപിതാക്കൾ അവർ എനിക്ക് വേണ്ടി എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നൽകിയ സ്നേഹത്തിന് പകരമായി, എനിക്ക് നൽകിയ മുലപ്പാലുകൾക്കും ഭക്ഷണങ്ങൾക്കുമെല്ലാം പകരമായി ഞാൻ അവർക്കിന്ന് നല്ല വീടും പാർപ്പിട സൗകര്യങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളുമെല്ലാം നൽകുന്നുണ്ട് നബിയെ. അവരോടുള്ള കടമകൾ പൂർത്തീകരിച്ചവനായി എന്നെ ഉൾപ്പെടുത്തുകയില്ലയോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഹദീസ് പ്രകാരമാണ്, ജാഅ റജുലുൻ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഫഖാല, നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബി ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ് സിഗരി. എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട് നബി. അവർ എനിക്ക് ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരമായി, എന്നെ നോക്കിയതിന് പകരമായി ഞാൻ അവരെ മാന്യമായി നോക്കുന്നുണ്ട് നബിയേ. വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ് സിഗരി. ചെറുപ്പത്തിൽ അവർ എനിക്ക് നൽകിയതാകുന്ന സ്നേഹനാനകൾക്ക് പകരമായി ഇന്നവർക്ക് ഞാൻ സ്നേഹം നൽകുന്നുണ്ട്, വീട് നൽകുന്നുണ്ട്, പാർപ്പിട സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നബിയേ. ഫഹൽ ഖളൈതു ഹഖ്ഖഹുമാ, എൻ്റെ മാതാപിതാക്കളോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി പൂർത്തീകരിച്ചവനാകില്ലയോ? ആകില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ മറുപടി നൽകുകയാണ്, ലാ, ഇല്ല മോനെ, ഇല്ല മോനെ, നിന്റെ മാതാപിതാക്കൾക്ക് നീ നൽകുന്ന സ്നേഹലാടനകൾ ഒരിക്കലും പകരമാകുകയില്ല. ചെറുപ്പത്തിൽ നിനക്ക് നൽകിയ സ്നേഹത്തിന് പകരമായി നീ മാതാപിതാക്കൾക്ക് വേണ്ടി പാർപ്പിട സൗകര്യങ്ങൾ നൽകിയാലും, അവർക്ക് ഭക്ഷണം നൽകിയാലും, അവർക്ക് പാനീയങ്ങൾ കൊടുത്താലും, അവർക്ക് വേണ്ടുന്ന സർവ്വതും നീ എത്തിച്ചു നൽകിയാലും, അവർ നിനക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ നിന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ എന്ത് ചെയ്താലും അവർ നിനക്ക് നൽകിയതിന് പകരം വെക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഫൈന്നഹുമാ കാനാ യഫ്അലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാഅക വഅൻത തഖ്ദിമു ലഹുമാ തുരീദു മൗതഹുമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് എടുക്കുന്ന ഖിദ്മത്ത്,
നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ഇപ്പോൾ നൽകുന്നതായ ഖിദ്മത്തില്ലയോ? നീ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നിനക്ക് മുലപ്പാൽ നൽകിയത്, നിന്നെ താരാട്ട് പാട്ടി ഉറക്കിയത്, നിനക്ക് പനി വന്നപ്പോൾ നിന്നെ തോളത്തിട്ടുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്, ഉറക്കമൊഴിച്ചുകൊണ്ട് രാപകലില്ലാതെ നിനക്ക് വേണ്ടി അധ്വാനിച്ചത്, മാതാപിതാക്കൾ അങ്ങനെ കാഴ്ചവെച്ചതെല്ലാം തുരീദാനി ബഖാക, നീ എന്നെന്നും ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കണമെന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ ഈ ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ നിരക്കുന്ന നീയോ തുരീദു മൗതഹുമാ, ന്യൂ ജനറേഷൻ പ്രൊഡക്റ്റ് അല്ലയോ നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കുന്നത്. എന്റെ വാപ്പയും എന്റെ ഉമ്മയും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, അടുത്ത സെക്കൻഡ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാ. അതുകൊണ്ട് നിങ്ങളുടെ ഖിദ്മത്ത് പരിപൂർണമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാവിനാങ്കട്ടയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ശരിയല്ലയോ? എത്ര ആളുകളാണ് പറയുന്നത്, ഉസ്താദേ ഞാനാണ് വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവനും നോക്കുന്നത്, ഞാനാണ് വാപ്പയ്ക്ക് രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ഉമ്മയെ ശുശ്രൂഷിക്കുന്നത്, ഷുഗറുള്ള ഉമ്മയ്ക്ക് ഇൻസുലിൻ വാങ്ങുന്നത് ഞാനാണ്, ഉമ്മയുടെ രോഗശമനങ്ങൾ നോക്കുന്നത് ഞാനാണ് അവർക്ക് വേണ്ടി സർവ്വതും നൽകുന്നത്, പാർപ്പിട സൗകര്യങ്ങൾ നൽകിയത്. എളുപ്പത്തിൽ എന്നെ മാതാപിതാക്കൾ നോക്കിയത് ചെറിയ കൂരയിലാണ് എങ്കിൽ ഞാനിതാ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പണം സ്വരൂപിച്ചുകൊണ്ട് നാട്ടിൽ വന്നുകൊണ്ട് മനോഹരമായ ബിൽഡിങ്ങുകൾ തീർക്കുകയാണ്, മനോഹരമായ വീട് വെക്കുകയാണ്, കോൺക്രീറ്റ് സൗധങ്ങൾ പണിയുകയാണ്, അതിനുള്ളിൽ നല്ല എയർ കണ്ടീഷൻ റൂമുകൾ ഫിറ്റ് ചെയ്യുകയാണ്, ഹീറ്ററുള്ളതാകുന്ന അറ്റാച്ച്ഡ് ബാത്റൂമുകൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാനിതാ സൗകര്യപ്പെടുത്തുകയാണ്. എല്ലാ സൗകര്യങ്ങളും എൻ്റെ രക്ഷിതാക്കൾക്ക് വേണ്ടി ഞാൻ നൽകി റബ്ബേ, എൻ്റെ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി അവർ ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല, ഒന്നും തന്നെ നൽകിയിട്ടില്ല. അവർ നൽകിയതിന് ഇരട്ടിയുടെ ഇരട്ടി ഈ ദുനിയാവിൽ ഞാൻ അവർക്ക് നന്മ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിൽ അഹന്ത വെക്കുന്നവരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നീ ഏതൊക്കെ സൗകര്യങ്ങൾ നൽകിയാലും, കോൺക്രീറ്റ് മണിമാണികൾ മാതാപിതാക്കളെ നീ ഉല്ലസിപ്പിച്ചാലും, എയർ കണ്ടീഷൻ റൂമുകൾ വസിപ്പിച്ചാലും, അവർക്ക് നല്ല അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളോടുള്ള റൂമുകൾ നീ ക്രമീകരിച്ചാലും, എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയുള്ള ജോലിക്കാരെ വെച്ചു കൊടുത്താലും, മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നിനക്ക് നൽകിയ സേവനങ്ങൾക്ക് പകരം വെക്കാൻ പറ്റുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ഇന്നത്തെ ന്യൂ ജനറേഷൻ, പുതിയ യുവത, പുതിയ ചെറുപ്പക്കാർ, അവരുടെ മനസ്സിലെ നിയ്യത്ത് എന്താ ലക്ഷ്യം? വാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഉമ്മ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഒരു നിയ്യത്തോടു കൂടിയാണ് അവരിങ്ങനെ കൊണ്ടുപോകുന്നത്. സുഖമില്ലാത്ത ഉമ്മ, സുഖമില്ലാത്ത ഉപ്പ ശുശ്രൂഷിക്കുമ്പോഴും അവൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ചെറിയൊരാശ, ഇവരൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, നോക്കി മടുത്തു. ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പുതിയ ജനറേഷൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഉമ്മ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറയാം, മകനെ എനിക്ക് ചെക്കപ്പിന്റെ സമയം അടുത്ത മാസമാണ്, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ്, ഓക്കെ എന്നൊക്കെ പറയും. സമയമാകുമ്പോൾ പറയും ആരെങ്കിലും കൂട്ടി പൊയ്ക്കോ, ഏതെങ്കിലും ഓട്ടോയിൽ പൊയ്ക്കോ, പൈസ വേണേ തരാം, നിങ്ങൾ പൊയ്ക്കോ. ഇല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്നതിനാ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ചെയ്തല്ലോ, നോർമലാണല്ലോ, പിന്നെ ഇതിനെ എപ്പോഴും പോയി ചെക്കപ്പ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ മുടക്കാണ്. ഇവനൊരു ചെറിയ പല്ലുവേദന വന്നാൽ അവനെ കാണൂല, രാവിലെ സുബൈക്ക് മുമ്പ് പോയി ഹോസ്പിറ്റലിലേക്ക് നിൽക്കും. അവനോ അവൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ വരുമ്പോൾ വലിയ വിഷമം, മാതാപിതാക്കൾ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട്, കൊണ്ടുപോകാൻ പ്രയാസം അല്ലേ. വീട്ടിൽ വാഹനം ഉണ്ടാകും, കാറുണ്ടാകും, ബൈക്കുണ്ടാകും, എല്ലാവിധ സൗകര്യങ്ങളും സാമ്പത്തികമൊക്കെ ഉണ്ടാകും. പക്ഷെ മക്കൾക്ക് പോകാൻ സമയമില്ല, നോക്കാൻ സമയമില്ല. അപ്പം ഷുഗർ പിടിച്ച് ചാകാറായി കിടക്കുകയാണ്, അപ്പായി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഉമ്മാക്ക് അസുഖമാണ്, ഉമ്മയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ചെക്കപ്പ് നടത്താം. മക്കൾക്ക് സമയമില്ല. അവൻ്റെ ലക്ഷ്യങ്ങളുമായി അവൻ്റെ ജീവിത തത്രപ്പാടിൽ അവൻ ഓടുകയാണ്. നബിതങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. 1400 വർഷം മുമ്പ് ഒരനുയായിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരിക്കലും നിന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്യുന്ന സേവനങ്ങൾ പകരം വെക്കാൻ പറ്റൂല. എന്തുകൊണ്ട്?
ഫഇന്നഹുമാ കാനാ യഫ്അലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാഅക. മാതാപിതാക്കൾ നീ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നിനക്ക് വേണ്ടി നൽകിയ സ്നേഹങ്ങളൊക്കെ വെറുതെ കാപട്യമായിരുന്നില്ല. നീ ഇന്ന് കാണിക്കുന്നത് കാപട്യമാണ്. എന്തെങ്കിലും ചെയ്താൽ നീ തന്നെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നാട്ടുകാരോട്, അയൽവാസികളോട്, വാപ്പയോട്, ഉമ്മയോട് തന്നെ 10 വട്ടം പറയും. നിങ്ങളന്ന് സുഖമില്ലായിരുന്നപ്പോൾ ഞാനാ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ. ഞാൻ മംഗലാപുരത്ത് കൊണ്ടുപോയിട്ടാണ് റെഡിയാക്കിയത്. എറണാകുളത്ത് കൊണ്ടുപോയി ഗംഗാധരൻ ഡോക്ടറെ കാണിച്ചിട്ടാണ് നിങ്ങളുടെ ക്യാൻസർ ഒന്ന് റെഡിയായത്. ഇത് വാപ്പയോടും ഉമ്മയോടും 100 പ്രാവശ്യം പറയും. എന്തിന്? കാരണം അവരുടെ മനസ്സിൽ തന്നെ തോന്നണം, എന്തിന് ഇവനാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്ന് തോന്നലുണ്ടാകാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ്. സഹോദരങ്ങളോടും പറയും. കാശ് എത്രയാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കാശ് നോക്കിയില്ല, വാപ്പല്ലേ, അതുകൊണ്ട് ഞാൻ 1 ലക്ഷം രൂപ കൊണ്ട് വീഴ്ച ചെയ്തു. പിന്നെ നീ അല്ല പിന്നെ ആരാ നോക്കണേ? നിനക്ക് കോടികൾ കിട്ടിയതെന്തുകൊണ്ട്? ഇവരുടെ ദുആവുണ്ടല്ലേ. ഞാൻ കാശ് നോക്കിയില്ല. സഹോദരിമാരോടും പറയണം. അവിടെ റൂമിൽ ചെന്നപ്പോൾ അവിടെ AC റൂം, ഞാൻ AC തന്നെ ബുക്ക് ചെയ്ത് വെച്ച്. കാരണം ഇതൊക്കെ ഇവനെ അറിയിക്കണം, മറ്റുള്ളവരെ അറിയിക്കുക, അതാണ് അവൻ്റെ നിയ്യത്ത്. എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ ഞാനാണ് നോക്കിയത്. അവിടെ നിങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ ആരുമില്ല. ഞാനാണെങ്കിൽ നല്ല ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു ഒരു ടാക്സി വിളിച്ചിങ്ങ് പോരെ. എറണാകുളത്ത് നിന്ന് ഇവിടം വരെ 10,000 രൂപയാണ്, ആയിക്കോട്ടെ ഒരു ടാക്സി വിളിച്ച് പോന്നേക്കാൻ പറഞ്ഞു. ആ പൈസ ഞാൻ കൊടുത്ത്. ഇങ്ങനെ പൊങ്ങച്ചം പറയുക, ഇങ്ങനെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതിൻ്റെ കണക്കിൽ ലിസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ബാക്കി ഇവൻ ചെലവഴിക്കുന്നതിന്, ഇവൻ കുഴിമന്തി കഴിക്കുന്നതിൻ്റെ കണക്കൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ കിടക്കുക ഇഷ്ടം പോലെ. ഇവൻ മൊബൈൽ റീചാർജ് ചെയ്യുന്നു, നെറ്റ് റീചാർജ് ചെയ്യുന്നതിനൊന്നും ഒരു കണക്കുമില്ല. ഇവൻ ഫുഡ് അടിക്കുന്നതിന് കണക്കില്ല, ഇവൻ ഡ്രസ്സ് എടുക്കുന്നതിന് കണക്കില്ല, ഇവനും ഇവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചെലവഴിക്കുന്നതിന് കണക്കില്ല. മാതാപിതാക്കൾക്ക് എന്ത് ചെലവഴിച്ചോ അതൊക്കെ കണക്ക്. അതൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തി വലിയ സംഭവമായി പർവ്വതീകരിക്കുന്ന സമയമാണ് ജനങ്ങൾ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനാണിത്. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഒരു കണക്കും ഒരു നോക്കൂല. അതിന് എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലും അങ്ങനെ പോകും അല്ലേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കൾക്ക് നീ എടുക്കുന്ന ഖിദ്മത്ത് ഒരിക്കലും തന്നെ പരിപൂർണമാകുകയില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി അവർ നൽകിയ സ്നേഹങ്ങൾക്ക് പകരം വെക്കാൻ ഒരിക്കലും നീ ആ ത്രാസിലിട്ട് തൂക്കണ്ട. വാപ്പ എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട കഞ്ഞിയും പയറുമൊക്കെ തന്ന എന്നെ വളർത്തിയത്. അന്ന് വണ്ടിയും വാഹനമൊന്നുമില്ല. തോളത്തിരുത്തി വാപ്പ എൻ്റെ സ്കൂളിൽ കൊണ്ടുപോയി. ഇന്നിപ്പോൾ വാപ്പാക്ക് നല്ല റാഹത്തായിട്ട് ഇടിയോടെ സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തിരിക്കുക. വാപ്പ റാഹത്തായിട്ട് അതിലേക്ക് ഇറങ്ങുന്നത്. വാപ്പാക്ക് നല്ല ആക്സസിൻ്റെ വണ്ടി ഞാൻ എടുത്തു കൊടുത്തു, ആക്റ്റീവ് എടുത്തു കൊടുത്തു. വാപ്പ ആക്റ്റീവായിട്ട് ഇപ്പോൾ അതിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ നീ പറയാൻ അവിടെ നിൽക്കട്ടെ. മകനെ നീ മനസ്സിലായിക്കോ, നിൻ്റെ വാപ്പയും ഉമ്മയും ചെറുപ്പത്തിൽ നിനക്ക് നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ പറ്റൂല. ഒരുപാട് ചരിത്രമുണ്ട് അതുമായി. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ് അന്നഹു റആ റജുലാ യതൂഫു ബിൽ ബൈത്ത് ഹാമിലൻ വറാഅ ളഹ്രിഹി ഹാമിലൻ ഉമ്മഹു വറാഅ ളഹ്രിഹി. യമൻകാരനാകുന്ന ഒരു മനുഷ്യനെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. യതൂഫു ബിൽ ബൈത്ത്, പരിശുദ്ധമായ കഅബ അദ്ദേഹം തവാഫ് ചെയ്യുകയാണ്. ഹമല ഉമ്മഹു വറാഅ ളഹ്രിഹി, അദ്ദേഹം തന്റെ ഉമ്മയെ മുതുകിൽ വെച്ചുകൊണ്ട്, ചുമലിൽ വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് മനുഷ്യൻ തവാഫ് കഴിഞ്ഞ് കടന്നു വരുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ ഇബ്നു ഉമറേ, ഇന്നി ലഹാ ബഈറും മുദല്ലലൂ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരു കോവർ കഴുതയെ പോലെയാണ്. എന്റെ ഉമ്മ എവിടെ പോകാൻ പറയുന്നുവോ അവിടേക്കെല്ലാം ഞാനിതാ റെഡിയാണ്. യമനിൽ നിന്ന് ഈ പരിശുദ്ധമായ കഅബയുടെ ഭാഗം വരെ ഞാൻ എൻ്റെ ഉമ്മയെ തോളിൽ ചുമന്നുകൊണ്ടാണ് കൊണ്ടുവന്നത്.
എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഈ പരിശുദ്ധമായ കഅബ ഞാൻ എന്റെ തോളിലിരുത്തിക്കൊണ്ട് തവാഫ് ചെയ്യിക്കുകയാണ്. സുഖമില്ലാത്ത ഉമ്മയാണ്, നടക്കാൻ സാധിക്കാത്ത ഉമ്മയാണ്, വൈകല്യമുള്ളതായ ഉമ്മയാണ്. ഈ ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ കഅബ മുഴുവൻ ഞാൻ തവാഫ് ചെയ്യിക്കുകയാണ്. ഇന്നി ലഹാ ബഈറും മുദല്ലലോ, നിങ്ങൾ കാണുന്നില്ലേ, നോക്കുന്നില്ലേ, ഞാൻ ഉമ്മാക്കൊരു കോവർ കഴുതയാണ്, ഒരു കഴുതയെ പോലെ നിലകൊള്ളവയാണ്. അത്തറാനി ജസൈതുഹാ, അത്തറാനി ജസൈതുഹാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള കടമകൾ ഞാൻ പൂർത്തീകരിച്ചില്ലയോ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് യമനക്കാരനാകുന്ന മനുഷ്യൻ ചോദിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നമോ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുകയാ, ലാ, മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരമായി നീ ഹജ്ജ് ചെയ്യിപ്പിക്കലുകൊണ്ടോ ഉംറ ചെയ്യിപ്പിക്കലുകൊണ്ടോ പകരം വെക്കാൻ പറ്റൂല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, ഇന്ന് മുസ്ലിം സമുദായത്തിലെ പല ആളുകളും ആലിമീങ്ങളോടും മുത്തഅല്ലിമീങ്ങളോടും നാട്ടുകാരോടും ബന്ധുക്കളോടും വിളിച്ചു പറയുകയാണ്, ഞാനാണ് എൻ്റെ വാപ്പയെ ഹജ്ജിന് കൊണ്ടുപോയത്, ഞാനാണ് ഉംറ നിർവഹിപ്പിച്ചിട്ടുള്ളത്. കഅബ കാണൽ വലിയ കൊതിയായിരുന്നു ഉമ്മാക്ക്, അത് തീർത്തു കൊടുത്തത് ഞാനാണ്. വലിയ ഗീർവാണം മുഴക്കുന്നവരെ, അവരോടുള്ള ഹക്കിടപാടുകളെ തീർത്തു എന്ന് പറയുന്നവരെ, ഒരിക്കലും നീ തീർത്തിട്ടില്ല, പകരം വെക്കാൻ പറ്റൂല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പഠിച്ചു വെച്ചോ. പല ആളുകളും പറയും ഞാൻ ഹജ്ജ് ചെയ്യിപ്പിച്ച്, ഞാൻ ഉംറ ചെയ്യിപ്പിച്ച്, അതുകൊണ്ട് ഉമ്മാടുള്ള ബാധ്യതയൊക്കെ തീർന്ന്. എന്ത് ബാധ്യത? ഒന്നുമില്ല, തീരാനൊന്നുമില്ല. നീ അങ്ങനെ മനസ്സിലാക്കണ്ട. അവര് നിനക്ക് നൽകിയ സ്നേഹത്തിന് ഒരിക്കലും പകരം വെക്കാൻ ആ ത്രാസിലിട്ട് നീ തൂക്കോ വേണ്ട, അതൊരിക്കലും തുലഞ്ഞു നിൽക്കൂല. അതാണ് മാതാവും പിതാവിൻ്റെയും ശ്രേഷ്ഠത. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ولا تشركوا به شيئا وبالوالدين إحسانا. പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, നന്മ ചെയ്യണേ. മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ വർത്തിക്ക്, അവരോട് മോശമായ ശൈലി കാണിക്കരുത്. നല്ല രീതിയിൽ വർത്തിക്ക്, അവർക്ക് നന്മ ചെയ്യ്, ഗുണം ചെയ്യ്. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ രണ്ടു പേരെയോ ഒരാളെയോ പ്രായാധിക്യമാകുന്ന സമയത്തെത്തിക്കുകയും അവർക്ക് നിങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ തൗഫീഖ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ. ഒരൊറ്റ മോശപ്പെട്ട വിശുദ്ധ ഖുർആന്റെ താക്കീതാണ്. നമ്മൾ അത് തന്നെ പറയുന്നത്, വേറെ ഒന്നും പറയലില്ല. അവരോട് എപ്പോഴും ദേഷ്യവും വഴക്കും ചാട്ടവും തന്നെ, ഉമ്മയോടും ഉപ്പയോടും തന്നെ. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാത്തവൻ രക്ഷപ്പെടൂല, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, തൊട്ട് ചേർത്ത് അള്ളാഹു പറഞ്ഞു മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. വബിൽ വാലിദൈനി ഇഹ്സാന. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുൽ ഇസ്റാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ സൂക്തങ്ങളിലൂടെ സൂറത്തുൻ നിസാ എല്ലാ സൂക്തത്തിലും അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ ആരാധിക്ക്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യും. നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു, ചെയ്യുന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹം പഠിപ്പിക്കാൻ, ഫലാ തഖുൽ ലഹുമാ ഉഫ്, ചെയ്യുന്ന വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നിന്റെ മാതാപിതാക്കൾ രണ്ടുപേര് പ്രായാധിക്യം സമയത്ത് നിന്റെ അടുക്കൽ എത്തിച്ചു, അല്ലെങ്കിൽ ഒരാളെ എത്തിച്ചു, സുഖമില്ലാതെ കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന പുറത്തേക്ക് വരുന്ന ത്തിലൂടെയും മുൻദ്വാരത്തിലൂടെയും അതിങ്ങോട്ട് വടിച്ചെടുക്കുക. ആ സമയത്ത് നിന്റെ മുഖമങ്ങാണം ഒന്ന് ചുളിച്ചാൽ, ഭയങ്കര നാറ്റമെന്ന അർത്ഥത്തിൽ നീ ഒന്ന് ചുളിച്ചാൽ, ചെയ്യുന്ന വാക്കിനേക്കാൾ വലിയ തെറ്റാണ് നീ ചെയ്തത് എന്ന് ഇമാം റാസി റഹിമഹുല്ലാ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ചെയ്യുന്ന വാക്ക് ഉച്ചരിക്കണ്ട, അത് ചില പ്രവർത്തനത്തിൽ ചില കോഷ്ടികളിൽ പെടും. ചില മക്കളുണ്ട്, മാതാപിതാക്കൾ വാപ്പായും ഉമ്മായും വർത്താനം പറയുന്നതിനിടയ്ക്ക് കയറി വർത്താനം പറയും, ഇല്ലെങ്കിൽ മക്കൾ തമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പ ഉമ്മ കാണാതെ ഇങ്ങനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കാണിക്കും. അവരെ കളിയാക്കിക്കൊണ്ട് കാണിക്കുന്നതാണ്. ചില ചേഷ്ടകൾ കാണിക്കും, അല്ലേ? അത് വലിയ തെറ്റാണ്. അഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. അതൊക്കെ സാധാരണ രീതിയിൽ വീടുകളിൽ നടക്കുന്നൊരു സംഭവമാണ്. ചില ചേഷ്ടകൾ കാണിക്കും, എന്തൊരു ഒരു ലെവലും ഇല്ല എന്ന അർത്ഥത്തിലൊക്കെ പറയും. വാപ്പായെ കുറിച്ചാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? ഉമ്മയോട് ചിലപ്പോൾ പറയും, ഇല്ലെങ്കിൽ ഉമ്മയെക്കുറിച്ച് ചിലപ്പോൾ പറയും, സഹോദരങ്ങളോട് പറയും, സഹോദരിമാരോട് പറയും. എന്നിട്ട് ഇവർ തമ്മിൽ ഊറിച്ചിരിക്കാൻ. നാളെ നീയും ഇതേ ഒരു പ്രായത്തിലെത്തണം, നിന്റെ മക്കളും നിന്നെക്കുറിച്ച് ഇതേപോലെ കാണിക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത ദുനിയാവിലെ കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? പഠിച്ചു വെക്കണേ, ശ്രദ്ധിക്കണേ. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ കൂട്ടുകാര് നൽകുന്നതാകുന്ന കഞ്ചാവ് അത് വലിക്കുന്നവരില്ലയോ, ഡ്രഗ്സ് അടിക്കുന്നവരില്ലയോ, ലഹരി നുണയുന്നവരില്ലയോ, ഗവൺമെന്റ് നിരോധിച്ചതുമല്ലാത്തതുമായ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരില്ലയോ, കള്ളുകുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ, ആരെങ്കിലും കള്ളു കുടിച്ചാൽ അവരിൽ നിന്ന് ഈമാൻ ഊരപ്പെടുമേ. കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി, അവന്റെ സ്വന്തം തലയിൽ നിന്ന് വസ്ത്രം ഉരിയപ്പെടുന്നത് പോലെ ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം അല്ലാഹുവിന്റെ റസൂല് തലവഴി ഊരി കാണിച്ചുകൊണ്ട് പറയുകയാ, ഇതേപോലെ ഈമാൻ ഊരപ്പെടുമേ ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരുണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന സമയത്ത് പോലും വായിൽ പുകയില ഉൽപ്പന്നങ്ങൾ വെക്കുന്നവരില്ലയോ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും പുറത്തു നിന്നുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഊതിക്കളയുന്ന ചെറുപ്പക്കാരില്ലയോ? പഠിച്ചു വെക്കണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ നിനക്ക് കിട്ടുന്ന ശിക്ഷ ചെറുതല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്ന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവൻ, ലഹരി നുണയുന്നവൻ അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കടന്നു വരുന്നത് ഏത് കോലത്തിലെന്നറിയുമോ? മുസ്വദ്ദൻ വജ്ഹുഹു, അവന്റെ മുഖമല്ലാതെ കറുത്തിരുളും സാബ, മുഖമല്ലാതെ കറുത്തിരണ്ട രൂപത്തിലാണ്, കറുകറുത്ത രൂപത്തിലാണ്. മുദ്ലിഗൽ ലിസാനുഹു, അവന്റെ നാവിനെ നായയുടെ നാവ് പോലെ പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുകയാണ്. മുദ്ലിഗൽ ലിസാനുഹു യസീലു ലുആബുഹു, ആ നാവിൽ നിന്ന്, പേപ്പട്ടിയുടെ നാവിൽ നിന്ന് ഈളയിറ്റ് വീഴുന്നത് പോലെ നാവിൽ നിന്ന് ഇതാ ഈളയിറ്റ് വീഴുകയാണ്. നാവിട്ടുകൊണ്ട് പുറത്തേക്കിട്ടുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അവൻ മഹ്ശറിലേക്ക് കടന്നു വരുമത്രേ. വയഖദിറുഹു കുല്ലു മൻ റആ, മഹ്ശറയിൽ അവനെ കണ്ടുമുട്ടുന്ന സർവ്വജനങ്ങളും അവനെ വെറുക്കുമേ, നിന്ദിക്കുമേ, അവനെ ആട്ടി ഓടിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം ജനങ്ങൾ
ജനങ്ങൾ മുഴുവനും വിളിച്ചു പറയുകയാണ്, ഇവൻ ദുനിയാവിൽ കള്ളു കുടിച്ചവനാണ്, ഇവൻ ലഹരി നുണഞ്ഞവനാണ്. അതുകൊണ്ടാണ് ഇവനെ നാവിനെ പേപ്പട്ടിയുടെ നാവ് പോലെ പുറത്തേക്ക് നീട്ടിയിട്ടുകൊണ്ട് ഇളയിട്ട് വീണുകൊണ്ട് മശ്റയിലേക്ക് കറുകറുത്ത മുഖത്തോടുകൂടി കടന്നു വരുന്നത്. ജനങ്ങൾ മുഴുവനും അവനെ വെറുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മൻ മാത മുദ്മിനൻ ബിൽ ഖമർ യമൂതു കാബിദില്ലാത വൽ ഉസ്സാ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദര. കോളേജിലേക്ക് പോകുന്ന എത്രയോ സഹോദര സഹോദരിമാര് ക്യാമ്പസുകളിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ഒഴിവുള്ള സമയങ്ങളിൽ ക്ലാസ് കട്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ കള്ളു കുടിച്ച് ലഹരി നുണഞ്ഞുകൊണ്ട് മരണപ്പെട്ടതായ ആളുകൾ അവർ മരണപ്പെടുന്നത് യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മക്ക മുശ്രിക്കുകളാകുന്ന ലാത്തയും ഉസ്സയും എന്ന ബിംബങ്ങളെ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച് അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിരുന്ന മക്ക മുശ്രിക്കുകൾ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായിട്ടാണ് എന്റെ സമുദായത്തിൽ നിന്ന് ലഹരി നുണഞ്ഞുകൊണ്ട് തൗബ ചെയ്യാതെ മരണപ്പെടുന്നവർ മരിക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ സമുദായത്തിൽ നിന്ന് കള്ളുകുടിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ സൗഭാഗ്യം ലഭിക്കാതെ മരണപ്പെട്ടു പോകുന്ന ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, കാഫിറായിട്ടാണ് മരിച്ചു പോകുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അനുയായികളോട് പറഞ്ഞപ്പോ ഖാലൂ, സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, നബിയേ, നബിയേ, അറഅയ്ത മുദ്മിനൻ ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളുകുടിക്കുന്നവനാണോ നബിയേ? എപ്പോഴും കള്ളും കഞ്ചാവുമായി നടക്കുന്നതായ ചെറുപ്പക്കാരനെ കുറിച്ചാണോ പറയുന്നത് നബിയേ? 24 മണിക്കൂറും കള്ളുകുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്ന സഹോദര സഹോദരിമാരെ കുറിച്ചാണോ നബിയേ കാഫിറായി ചത്തുപോകുമെന്ന് തങ്ങൾ പറഞ്ഞത് എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, ലാ, അല്ല സ്വഹാബ, അല്ല സ്വഹാബ, വലാകിൻ യശ്റബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. വർഷങ്ങൾക്ക് ശേഷം തന്റെ കൂട്ടുകാരെ ദുബായ് ഫ്ലൈറ്റ് വഴി വന്നപ്പോ അവന് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സ്കോച്ചിന്റെ കുപ്പിയാണ് അത്. നാട്ടിൽ വന്നുകൊണ്ട് കൂട്ടുകാരനെ സമ്മാനിച്ചതാണ്. അവന്റെ വാപ്പ മരിച്ചതിന്റെ വിഷമത്തിലാകട്ടെ, ബർത്ത്ഡേ പാർട്ടിക്കാകട്ടെ, പെരുന്നാൾ ആഘോഷിച്ചതാകട്ടെ, ന്യൂ ഇയർ ആഘോഷിച്ചതാകട്ടെ, ഓണത്തിന് തലേ ദിവസമാകട്ടെ, വിഷുവിന് പൊട്ടിച്ചതാകട്ടെ, ഏത് സമയത്തായിരുന്നാലും സഹോദര, നീ വർഷങ്ങൾക്ക് ശേഷം ഒരിറ്റ് കള്ളാണ് കുടിച്ചിട്ടുള്ളതെങ്കിലും, ഒരൽപ്പമാണ് നീ ഇറക്കിയിട്ടുള്ളത് എങ്കിലും ഞാൻ അല്പമേ കുടിച്ചുള്ളൂ എന്ന് നീ പറയരുത്. കാഫിറായിട്ടാണ് മരണപ്പെട്ടു പോകുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാഫിറായിട്ട് ചത്തുപോകും, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ചെറുപ്പക്കാര് മനസ്സിലായിക്കോ, ചെറുപ്പക്കാര് നന്നാവാൻ തീരുമാനിച്ചു, അല്ലാഹു തൗഫീഖ് തരട്ടെ. കള്ളു കുടിച്ചും ലഹരി നടന്നും ലക്കും ലഗാനും ഇല്ലാതെ നടക്കുക, വാപ്പായെ നോക്കണ്ട, ഉമ്മായെ നോക്കണ്ട. യാ അല്ലാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്ര ആളുകളുണ്ട് അതിനടിമപ്പെട്ടവർ, ഡ്രഗ്സിന് അടിമപ്പെട്ടവർ. 7ലും 8ലും 10ലും ഒക്കെ പഠിക്കുന്ന മക്കളെയാണ് ഇന്നതിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കച്ചവടക്കാരായിട്ട് കാണുന്നത്. ബാഗും തൂക്കിയിട്ട് സൈക്കിൾ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കരുതുന്നവൻ പഠിക്കാൻ പോവാണ്. സംഭവം ഇത് സാധനം കൊണ്ട് നിന്റെ അടുത്തുകൊണ്ട് എത്തിച്ചു കൊടുത്താൽ റാഹത്ത്, എന്നാൽ ഇത്ര രൂപ കൈമടക്ക്, ഇവിടെ നെല്ലിക്കട്ടെ കൊണ്ടുവന്നാൽ ഇത്ര രൂപ. അല്ലാ, പൈസ കൊടുക്കണം, അവന് റാഹത്തായിട്ട് പൈസ കൊടുക്കുക, നല്ല പൈസ. അതുകൊണ്ടല്ലേ കൊച്ചുകുട്ടികളുടെ കയ്യിൽ വലിയ കൂടിയ മൊബൈൽ ഫോൺ. വാപ്പാടെ കയ്യിൽ ഇപ്പോഴും പഴയ നോക്കിയ, അതിൽ നോക്കിയിരിക്കുക വാപ്പ. വാപ്പ ഇപ്പോഴും അങ്ങനെ. മക്കളുടെ കയ്യിൽ സാംസങ്, ഐഫോൺ, റാഹത്ത്, നല്ല കൂടിയ ഫോണുകൾ. എവിടുന്നാ കാശ്? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? വാപ്പ ഇമ്മയും ചോദിക്കുന്നുണ്ടോ? ഓ, അവൻ സമ്പാദിച്ചത് ഉസ്താദേ. എവിടുന്ന് സമ്പാദിച്ചു? എവിടുന്ന് സമ്പാദിച്ചു? നാളെ ചോദ്യമുണ്ടാകും. എവിടുന്ന് സമ്പാദിച്ചു?
അവൻ അവൻ്റെ പൈസ കൊണ്ട് കുപ്പായം വാങ്ങി, അവൻ്റെ പൈസ കൊണ്ട് അവൻ അവിടെ റെഡിയാക്കി ബൈക്ക് വാങ്ങി. ഇവൻ ഈ ബൈക്ക് വാങ്ങാനും കാർ വാങ്ങാനും ഒക്കെ എവിടുന്ന പണം, എങ്ങനെ അവൻ സമ്പാദിച്ചു? ഹലാലായ മാർഗത്തിലാണോ? അവൻ്റെ വിദ്യാഭ്യാസം വെച്ച് നോക്കിയിട്ട് അവനത് സമ്പാദിക്കാനുള്ളതാകുന്ന ശേഷിയുണ്ടോ? രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കളെ തർബീയത്ത് ചെയ്യണം. മക്കളെ പന പോലെ വളർത്തിയാൽ പോരാ. നല്ല ഫുഡ് കൊടുക്കുക, 65 കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഷവർമ വാങ്ങിച്ചു കൊടുക്കുക, ഷവറിൻ്റെ അടി കൊണ്ട് നിർത്തുക. വൈകിട്ട് കള്ളു കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഷവറിൻ്റെ അടി കൊണ്ട് നിർത്തുക. ബോധം വരാൻ നേരം വെളുക്കുമ്പോൾ ബോധം വരുമ്പോൾ ഷവർമ കൊടുക്കുക, വൈകുന്നേരം 65 കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് കുഴിമന്തി കൊടുക്കുക, കുഴിമാന്തുന്നത് വരെ. ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് മാത്രം മക്കളെ വളർത്തണ്ട. മക്കൾക്ക് ദീന് കൊടുക്കുക. അവരോട് ചോദിക്കണം, ബാപ്പയും ഉമ്മയും ചോദിക്കണം, നിനക്ക് എവിടെ നിന്നാണ് പൈസ ചോദിക്കണം. വലിയ പത്തക്കോല് പോലെ സ്ലൈറ്റ് പോലത്തെ ടാബ് ഇരിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ കയ്യിൽ. എവിടുന്ന് കിട്ടി ഈ കാശ്? 8ലും 10ലും ഒക്കെ പഠിക്കുന്ന മക്കൾ എവിടുന്ന് കിട്ടി? ബാപ്പ വാങ്ങിച്ചു കൊടുത്തതല്ലല്ലോ. എവിടുന്ന് കിട്ടി പൈസ? എവിടുന്ന് കിട്ടി? 10,000 20,000 രൂപ ആണെങ്കിൽ ആ 20,000 രൂപ എവിടുന്ന് കിട്ടി അറിയണ്ടേ? അന്യായമായിട്ട് ആരെങ്കിലും കട്ടെടുത്തതാണോ? അതല്ല കൊട്ടേഷൻ സംഘത്തിൽ ചേർന്നിട്ട് സ്കൂട്ടർ വയറുമായിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ പള്ളയ്ക്ക് കുത്തിയിട്ട് കിട്ടിയ പണമാണോ? അറിയണ്ടേ? നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചോദിക്കപ്പെടും. ഇതൊക്കെ ഹിസാബുള്ള വിഷയമാണ്, ചെറിയ കാര്യമല്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈ. ആദം സന്തതികളുടെ കാൽപാദങ്ങൾ നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അഥവാ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ, വെച്ച കാലൊന്ന് മുന്നോട്ട് പിറകോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് മാറ്റാൻ അല്ലാഹു സമ്മതിക്കുകയില്ല. ഹത്താ യുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടല്ലാതെ അവന്റെ കാലനക്കാൻ പറ്റൂല മഹ്ശറയിൽ നിന്ന്. ഹബീബായ റസൂലുള്ളാഹി മഹ്ശറയിലേക്ക് വെച്ച കാല് അല്ലാഹ് തനക്കാൻ പറ്റൂല. അതെന്താ ഉസ്താദേ? അത് ഈ 4 കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം, എന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുള്ളൂ. ഏതൊക്കെയാ 4 കാര്യം? അന്നുംരിഹി ഫീമാ അഫ്നാ, അന്നുംരിഹി ഫീമാ അഫ്നാ. നിന്റെ ആയുസ് എന്തിനാണ് നീ നശിപ്പിച്ചത്, നീ ചെലവഴിച്ചത്? നിന്റെ ആയുസ്സിൽ നീ എന്ത് ചെയ്തടാ എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കുമേ. എല്ലാവരോടും ചോദിക്കും, എല്ലാ ദാസന്മാരോടും ചോദിക്കും, പുരുഷന്മാരോട് ചോദിക്കും, സ്ത്രീകളോട് ചോദിക്കും. ഈ ദുനിയാവ് 30 വയസ്സാണ് ജീവിച്ചത്. 30 വർഷം നീ എന്ത് ചെയ്തടാ? നിന്റെ ആയുസ് കൊണ്ട് എന്ത് ചെയ്തു? ടോട്ടലായിട്ട് ചോദിക്കും. എന്ത് ചെയ്തത്, എന്താ ചെയ്തത്? അപ്പം നീ ചെയ്തതൊക്കെ പറയും പടച്ചവനോട്. ഞാൻ ഇന്നതാ ചെയ്തത്, ഇന്ന കളവ് നടത്തിയിട്ടുണ്ട്, ഇന്ന പരിപാടി നടത്തിയിട്ടുണ്ട്, ഇന്നടുത്തുനിന്ന് ബൈക്ക് മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്നടുത്തുനിന്ന് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പത്രത്തിൽ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു. ഒരു ചെറുപ്പക്കാരനെ പൊക്കി. അവൻ ടിക്ടോക്ക് കളിച്ചതാണ്. ടിക്ടോക്ക് കളിച്ചിട്ട് അവസാനം അത് വൈറലായി. അവസാനം പോലീസുകാർ ഇപ്പോൾ പിടിച്ച് ഇപ്പം അവൻ ജയിലിലുമായി. ആദ്യം വൈറലായി, പിന്നെ ഇപ്പോൾ ജയിലിലായി. വീട്ടിൽ വന്ന് പരിശോധിക്കുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ച് ടിക്ടോക്ക് കളിച്ചാണ്. അവൻ്റെ നമ്പർ പിടിച്ചിട്ട് കറക്റ്റ് അവനെ വീട്ടിൽ വന്ന് പോക്കി. യാ അല്ലാഹ്. വന്ന് വീട്ടിൽ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഉണ്ട് ഒരു ബൈക്കല്ല, ഒരു 33 ബൈക്ക് വേറെ ഇരിപ്പുണ്ട്. തസ്ബീഹിൻ്റെ എണ്ണം കണ്ട്. ഇത് 6 ബൈക്കാ മോനെ? നാട്ടുകാരുടെ ബൈക്ക് അടിച്ചുകൊണ്ട് വന്നതാണ് സാറേ, അന്യത്തിന് വേണ്ടി. അതാണ്, വേറെ ബൈക്ക് ഇരിപ്പുണ്ട്. ഏതാ ചെറുപ്പക്കാരൻ, +2 പഠിക്കുന്ന പയ്യനാ. +2 ഇത്ര എത്തിയിട്ടുള്ളൂ. പക്ഷെ 10-33 ബൈക്ക് അവൻ്റെ വീട്ടിലുണ്ട്. അടിച്ചുകൊണ്ട് വന്നതാണ് ഒക്കെ. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് വേറെ പെയിൻ്റൊക്കെ അടിച്ച് റാഹത്താക്കിയിട്ട് ചുള്ളൻ ചക്കന്മാർക്ക് കൊടുക്കും. നല്ല ബൂട്ടൊക്കെ കട്ട് ചെയ്ത് റാഹത്താക്കിയിട്ട് ഒച്ച ഡുണ്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ട് ഒച്ചയൊക്കെ നല്ല റാഹത്തായിട്ട് ഇങ്ങനെ പോവാം. പൈസയും കിട്ടും, നല്ല റാഹത്ത്, സുഖം. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മതത്തിലാരും ഇതിന് പുറകോട്ടെന്ന അർത്ഥത്തിലല്ല. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. എത്ര ആളുകളുണ്ട്, എത്ര ആളുകൾ കള്ളത്തരങ്ങളിലൂടെ ജീവിക്കുന്നവർ. ഇതൊക്കെ ഹിസാബില്ലെന്നാണ് വിചാരിക്കുന്നത്. നിന്റെ ആയുസ്സിൽ നീ എന്ത് ചെയ്തു? അള്ളാഹു നിന്നോട് ചോദിക്കും. എന്ത് ചെയ്തു? നമസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? സകാത്തുണ്ടോ? ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഉംറ നിർവഹിച്ചിട്ടുണ്ടോ? പാവങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ടോ? നിരാലംബരക്ക് അവലംബമായിട്ടുണ്ടോ? നിരാശ്രയർക്ക് ആശ്രയത്വം വഹിച്ചിട്ടുണ്ടോ? ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കഴിഞ്ഞിട്ടില്ല.
പ്രായം ചെന്ന നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കടയിൽ പോകാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ആ സാധനം പോലും പോയി കടയിൽ പോയി വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകാതെ പന്ത് കളിക്കും IPL കളി കാണാനും വേണ്ടി സമയങ്ങളെ ചെലവഴിക്കുന്ന ചെറുപ്പക്കാരല്ലേ? അതിന് വരെ സമയമില്ല. കടയിൽ പോയിട്ട് ആ മനുവാനെടാ വെളിച്ചെണ്ണ കൊണ്ടുപോവാ, അനക്ക് വേണ്ടിയാണ്. നിനക്ക് ചിക്കൻ പൊരിച്ചോ വേണ്ട വൈകിട്ട്? ആ വേണം, എന്നാ നിനക്ക് വേണ്ടിയാണ്. അതാ അമ്മച്ചി വാങ്ങിച്ചാൽ മതി, എനിക്ക് സമയമില്ല കേട്ടാ, പന്ത് കളിക്കാൻ സമയമില്ല, ബൈ ബൈ. വൈകിട്ട് വരുമ്പോൾ ചിക്കൻ എന്ത് ചെയ്യും? റാഹ, അത് കിട്ടണം. കടയിൽ പോകാൻ പോലും അവന് വയ്യ. ഒരു ഉമ്മ സുഖമില്ലാത്തത് ഉമ്മയാണ്, അവർ റോഡ് ക്രോസ് ചെയ്യാൻ ഒരു ഉപ്പ ക്രോസ് ചെയ്യാൻ നിൽക്കുക അല്ലേ? എന്നാ അവിടെ ഒന്ന് വണ്ടി നിർത്തി കൊടുക്കുവോ? വണ്ടി നിർത്തിയിട്ട് അവരോടെന്നാ പൊക്കോളാൻ പറയും. വണ്ടി ഓടിക്കുന്നവനാണെങ്കിൽ ഇല്ല, അവരുടെ മുന്നിൽ കൂടെ ഇറക്കി കൊണ്ടത് അവരെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവര് ധൃതിയാണ്. അവരോടെന്താ ഇങ്ങനെ, എന്നാ വണ്ടിയോടെ ഒതുക്കിയിട്ട് ബാ ഇപ്പുറത്തോട്ടൊന്ന് കൊടുത്തി കൊടുക്കുവോ? അതായത് നിന്റെ ജീവിതത്തിൽ ഒരു നന്മയില്ല എന്നർത്ഥം. ഒരു നന്മയും നീ ജീവിതത്തില്ല, എല്ലാ കുരുത്തക്കേടിലും ഉണ്ട്, എല്ലാ കുരുത്തക്കേടിലും. പള്ളിയിലെത്തി നിസ്കരിക്കാനാ പള്ളി വന്നത്, എന്നാ പള്ളി നേരത്തെ കയറുവോ? പള്ളി ബാങ്ക് കൊടുക്കാൻ, അപ്പോൾ ഇവിടെ വതുക്കിരുന്നിട്ട് ഭയങ്കര വർത്താനം, ഭയങ്കര വർത്താനം. അത് തന്നെ പോയി. ഹദീസുണ്ട്, ഇതൊക്കെ ഓരോന്നോരോന്നും ഹദീസ്, സമയമില്ലാത്തതുകൊണ്ടാണ്. എല്ലാത്തിനും കൂടെ പറയാൻ എത്ര നേരം പറയണതെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തകല്ലമ ബൈനൽ അദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മരണത്തിന്റെ സമയത്ത് അവന്റെ നാവ് കടന്നടിക്കുമേ, കലിമ ചൊല്ലാൻ പറ്റൂലയെന്ന് ഹബീബായ റസൂലുള്ളാഹി. യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. നാവ് കടന്നിങ്ങനെ ഇങ്ങനെ കാണിക്കും. അറന്താ ദുനിയാവി ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ പരിപാടി, നാവിട്ടിങ്ങനെ കസക്കച്ചക്കച്ച അടിച്ചുകൊണ്ടിരുന്നവനാ. അവിടെയല്ലേ പഴയ കാലഘട്ടത്തിൽ ഉമ്മമാർ ബാങ്ക് വിളിക്കുമ്പോൾ ഭയങ്കര ഭവ്യതയായിരുന്നു അല്ലേ? ഇന്ന് നേരെ തിരിച്ചാണ്. ഓളി ചോദിച്ചു, ബാങ്കിൻ്റെ ഒച്ച കേൾക്കണ്ട, നമുക്ക് മോദിൻ്റെ ഒച്ച കേൾക്കുന്നതിനേക്കാളും റാഹത്ത് സിനിമ നടി പാട്ട് കേൾക്കാം. ഇച്ചിരി ഓളിയും കൂട്ടി വെച്ചേക്കും. പോയി നമ്മളുള്ള എല്ലാം നഷ്ടപ്പെട്ട്, നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. പള്ളിക്കകത്തോട്ട് കയറിയാലോ 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കരിക്കുമോ? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കോ? നേരത്തെ എത്തിയത് ളുഹറിന് നേരത്തെ എത്തി, സുബൈക്ക് നേരത്തെ എത്തി. 2 റക്അത്ത് സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ആരാ നിസ്കരിക്കുന്നത്? ജുമുഅ വരുന്നുണ്ടല്ലോ, ജുമുഅയ്ക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്? നേരത്തെ എത്തിയാൽ തന്നെയുള്ള കാര്യം പറയുന്നത്. പള്ളിക്കകത്തോട്ട് മാറി അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുക, എന്നിട്ട് മൊബൈൽ ഫോൺ വേഗം എടുക്കുക, അല്ലാ മടി വെക്കുക, വാട്സാപ്പ് ഫേസ്ബുക്ക്, അല്ലാ എക്സെൻഡർ പുതിയ സിനിമ ഓടിയാൻ ഇറങ്ങിയിട്ടുണ്ട്, അല്ലാ അയക്കാൻ പോകട്ടോ, ഓൺ ചെയ്തു, എന്നിട്ട് അയക്കുക, അവിടെ ഇരുന്നുകൊണ്ട് അയക്കുക. എവിടെ? പള്ളിക്കകത്ത് കയറിയിട്ട് 2ാം നിലയിൽ കയറിയിട്ടുള്ള പരിപാടിയാണ് ഈ പറയുന്നത്. ചെക്കന്മാരുടെ എക്സെൻഡർ അയച്ചു കൊടുക്കുക. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. സിനിമ അയച്ചു കൊടുക്കുക, ബ്ലൂ ഫിലിം അയക്കുക. ഏതെങ്കിലും വലിയ പ്രായം ചെന്ന കാക്കാമാർ എക്സെൻഡർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അന്നത്തെ രാത്രി ഉറങ്ങൂല, ഇത് കണ്ടിട്ട് പേടിച്ചു പോയി. അല്ലാഹു ആക്കട്ടെ. ഇതൊക്കെ പരിപാടി, പള്ളിക്കകത്തുള്ള പരിപാടികളാണ്, ചെറുപ്പക്കാരുടെ പരിപാടികൾ, കലാപരിപാടികൾ. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ഒരു ഭയപ്പാടില്ല. താഴെ ഇമാം മിമ്പറിൽ നിന്നുകൊണ്ട് ഇത്തഖുല്ലാഹ്, പടച്ച റബ്ബിനെ പേടിക്കൂ, നിങ്ങൾ ഭയപ്പെടൂ എന്ന് താഴെ നിന്നുകൊണ്ട് ഇമാമിത 2 പ്രാവശ്യം ജുമുഅയുടെ ഖുത്ബയിൽ 2 പ്രാവശ്യവും തഖ്വകൊണ്ട് വസിയത്തുണ്ട്. പടച്ച റബ്ബിനെ നിങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്നുകൊണ്ട് തഖ്വകൊണ്ട് വസിയത്ത് ചെയ്യുമ്പോഴും ചെറുപ്പക്കാരുടെ ശൈലികൾ ഇതാണ്. വേറെ പറയണം പാൻപരാഗ് ചവച്ചുകൊണ്ട് വായിക്കാത്ത വരികയാണ്. അത് പിന്നെ വാളിന്റെ സദസ്സിലായാലും ഇങ്ങനെ ഇരിക്കും, ഇതും ചവച്ചു പിടിച്ചോണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതും പിടിച്ചോണ്ടിരിക്കും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇതെടുത്തിട്ട് വെക്ക, ചുണ്ടിനടിയിൽ നിന്ന് എടുത്തിട്ട് പോക്കറ്റിൽ കുറച്ചു നേരം വെച്ചേക്കും, വെക്കാൻ കേട്ടോ കുറച്ചു നേരത്തേക്ക്. എന്നിട്ട് അത് കഴിയുമ്പോൾ ഭയങ്കര റാഹത്തായിട്ട് നിസ്കരിക്കും. ഇതിൻ്റെ കുറച്ചൊരു കിറുങ്ങലും ഉണ്ട്. അൽ ഫാത്തിഹ, റാഹത്തായിട്ട് നിൽക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും എടുക്കും പോക്കറ്റിൽ നിന്ന്, വീണ്ടും ചുണ്ടിനടി, റാഹത്ത്. ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനെതിരെ പറയുമ്പോഴേ വിഷയമുള്ളൂ, ചെയ്യുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. ഇതൊന്നും ചെയ്യരുതേ എന്ന് പറയുമ്പോഴാണ്. ഉപദേശിക്കുമ്പോൾ പറയോ മുസ്ലിയാർ മുസ്ലിയാർ കാലത്തിനനുസരിച്ച് ഖുർആനായത്ത് മാറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്താൻ. ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കൊച്ചുകുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളല്ലേ കഞ്ചാവിനടിമപ്പെട്ടിരിക്കുന്നത്. ഉമ്മാക്ക് ഷുഗറുണ്ട്, ഉമ്മ ഇൻസുലിൻ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സിറിഞ്ച്, അത് കാണുന്നില്ല അതിൻ്റെ സാധനങ്ങൾ.
അന്വേഷിച്ച് നോക്കുമ്പോൾ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഇത് വെച്ചിട്ട് കുത്തുക. എന്താ നിനക്ക് തന്നെ ഇൻസുലിൻ ഷുഗർ ഉണ്ടോ? അല്ല, ഷുഗറല്ല, നമ്മൾ വേറെ ഐറ്റം വെക്കുക റാഹത്തായിട്ട് എല്ലാ ദിവസവും രാത്രി ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ, ലഹരി കുത്തിവെക്കാൻ. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. എവിടെ പോയി സമൂഹം? ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു DYSP പരിചയപ്പെടുത്തുന്ന കണ്ടു, 3 ലെയറായിട്ടുള്ളതാകുന്ന ഒരു ചെറിയൊരു ഐറ്റം. അതെന്താ സംഭവം? അത് സിഗരറ്റ് വിൽസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗോൾഡ് ഫ്ലാഗ് ഏതായിട്ട് ആ സിഗരറ്റിൻ്റെ അതിനകത്തുള്ള പൊടി മുഴുവനും കൊണ്ടുവന്ന് മുകളിലത്തെ തട്ടിലിടും. അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ ചെറിയ ചെടിയൊന്ന് മുകളിലത്തിടും. എന്നിട്ട് ഇതങ്ങോട്ട് മൂടിയിട്ട് ഇങ്ങനെ തിരിക്കും. കയ്യിലിട്ട് ഇങ്ങനെ കണ്ട് പൂട്ടും തോറും ഓരോന്ന് പൊടിഞ്ഞ് നല്ല പൊടിക്കഷ്ണമായിട്ട് ഏറ്റവും അടിയിൽ വരും. അപ്പോൾ സിഗരറ്റിൻ്റെ അകത്തുള്ള സിസർവേറ്റർ ആയിരിക്കും സാധാ, പുറമേ കാണുമ്പോൾ ഒന്നുമില്ല, പുറത്ത് പഞ്ഞിയുണ്ട്, അപ്പുറത്ത് ഇതുണ്ട്, അതങ്ങ് ഫുള്ള് കളഞ്ഞിട്ട് ഈ കഞ്ചാവിൻ്റെ ഇത് കയറ്റി വെക്കുകയാണ്, നിറയ്ക്കുക. എന്നിട്ട് ഇരുന്ന് വരിക്കുക നല്ല റാഹത്തായിട്ട് ഫ്രണ്ടി ഇരുന്ന്. അപ്പോൾ വാപ്പ പറയും കുഴപ്പമൊന്നുമില്ല, അത് സിസർവേറ്റർ അല്ലേ വരിക്കുന്നത്. സംഭവം സിസർവേറ്റർ അല്ല, ഈ സാധനം വേറെ ഐറ്റമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അതായത് ഒരു പോലീസുകാരൻ ഈ അടുത്ത് ഒരു ലൈവ് ചെയ്ത വീഡിയോ ഫേസ്ബുക്കിലുണ്ടായിരുന്നതാണ്. ഒരു പോലീസുകാരൻ, ഒരു DYSP, അദ്ദേഹം പറയും ഇങ്ങനത്തെ സാധനം ഒരുത്തൻ്റെ ഇന്ന് പിടിച്ചതാണ്, ഇങ്ങനത്തെ സാധനം ഇപ്പോൾ വിപണിയിൽ വന്നിട്ടുണ്ട്. ഇത് പറയാൻ പേടിയാണ്, കാരണം നാളെ ഇത് സാധനം അന്വേഷിച്ച് പോവും, ഓൺലൈനിൽ കിട്ടുന്നതാണ്, പഠിച്ചവൻ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് പോവും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അതിൻ്റെ മുകളിലത്തെ തട്ടിൽ കട്ടിയുള്ള സാധനം ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ അതിൻ്റെ അടിയിലോട്ട് പൊടികൾ ഇങ്ങനെ വന്നിട്ട് വീഴും. ആ പൊടി കറക്കി നിറച്ചിട്ട് റാഹത്തായിട്ട് വലിക്കുക. ഇല്ലെങ്കിൽ ആ പൊടി ഇങ്ങനെ കയ്യിൽ വെച്ച് തിരുമ്പിയിട്ട് കുറച്ച് നേരം ചുണ്ടിനടി വെച്ചേക്കുക, 10 മിനിറ്റ് റാഹത്ത്. പിന്നെ അവന് ബോധമില്ല, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കപ്പെടുകയാണ്, സ്വന്തം പെങ്ങളെ കയറി പിടിക്കുകയാണ്. കുടുംബങ്ങൾ നടക്കുന്ന സംഭവങ്ങളാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്രയോ സംഭവങ്ങൾ ന്യൂസിലൊക്കെ നമ്മൾ വായിക്കാൻ കേൾക്കാൻ. ഇതൊക്കെ കേട്ടിട്ടും മുസ്ലിം സമുദായത്തിൽ എന്തേ ഒരു ഉണർവ് വരാത്തത്? എന്തേ നമ്മളൊന്ന് ശ്രദ്ധിക്കാത്തത്? എന്തേ ശ്രദ്ധിക്കാതെ പോകുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധ പതിപ്പിക്കണേ. ലാ തഊദു മറല്ലാഹ്, കള്ളുകുടിച്ചുകൊണ്ട് രോഗിയായി കിടക്കുന്നവനെ കാണാൻ പോലും നീ പോകരുതേ. ബാബു ഇയാദത്തിൽ മരിയുന്നു, രോഗസന്ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിലൊക്കെ ബാബു ഇട്ടിട്ടുണ്ട് ഉലമാക്കള്. എന്ന് പറഞ്ഞാൽ രോഗസന്ദർശനം ഇസ്ലാമിൽ പ്രത്യേക കൂലിയുള്ളതാണ്. പക്ഷെ കള്ളു കുടിച്ചിട്ട് ഒരാൾ ക്യാൻസർ പിടിക്കാണ്, മാരകമായ ക്യാൻസർ പിടിച്ച്, എങ്ങനെയാണ്? കള്ളു കുടിച്ചിട്ടാണ് എങ്കിൽ ലാ തഊദു മറല്ലാഹ്, ആ ഹൈവാനെ നീ കാണാൻ പോകണ്ട. സയ്യിദുനാ റസൂലുള്ളാഹ് അങ്ങനെയാണ് അത് വന്നതെന്ന് ബോധ്യപ്പെട്ടാൽ. കാരണം എന്താ? അള്ളാഹും അവൻ്റെ റസൂലും ചെയ്യരുതേ എന്ന് വിലക്കിയതാകുന്ന സാധനം അത് നാവിൽ വെച്ചുകൊണ്ട്, പരിശുദ്ധമായ നാവ്, ഈ നാവ് കൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദിക്ർ ചെല്ലല്ലേ വേണ്ടത്? ദിക്ർ ചെല്ലല്ലേ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. മനുഷ്യ മാനവ, നിനക്ക് മനോഹരമായ 2 കണ്ണുകളെ നാം നൽകിയില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ, മനോഹരമായ 2 കണ്ണുകളെ നാം നൽകിയില്ലയോ? വലിസാന, ഒരു നാവിനെയും നൽകിയില്ലയോ? വശഫതൈൻ, 2 ചുണ്ടുകളെയും നാം നൽകിയില്ലയോ? നാവ് പറഞ്ഞു, ചുണ്ടും പറഞ്ഞു, കണ്ണ് പറഞ്ഞു. നാവ് പറഞ്ഞു, ചുണ്ട് പറഞ്ഞു. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു, എന്ത്? പല്ല്. അള്ളാഹു പറഞ്ഞില്ല അല്ലേ? ശ്രദ്ധിച്ച നിങ്ങള്? നാവ് പറഞ്ഞു, ചുണ്ട് പറഞ്ഞു, എന്ത് പറഞ്ഞില്ല? പല്ല് നിങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? പല്ല് തീറ്റയല്ല ഈ ദുനിയാവിൽ വലിയ പ്രധാനം. ഭക്ഷണം കഴിക്കുക, ഫുഡ് അടിക്കലല്ല, മറിച്ച് ഈ നാവ് കൊണ്ട് ദിക്ർ ചെല്ലലാണ്, ഈ ചുണ്ടനയ്ക്ക് റബ്ബിനെ സ്മരിക്കലാണ്, ഈ കണ്ണുകൊണ്ട് ഈ ദുനിയാവിലുള്ള ഹലാലായ വസ്തുക്കളെ കണ്ടു പടച്ച റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് ദീനിലേക്ക് തിരിയലാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവയവങ്ങളെ തന്നിരിക്കുന്നത്. നമുക്ക് ഈ കണ്ണുകൊണ്ട് എത്രയോ കാര്യങ്ങൾ കാണാൻ പറ്റി. ഇവിടെ പ്രളയമുണ്ടായില്ലേ, പ്രശ്നങ്ങളുണ്ടായില്ലേ? പ്രളയമുള്ള നാടുകൾ, നമ്മുടെ സമീപ പ്രദേശങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ പത്രത്തിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞതല്ലേ, കണ്ടറിഞ്ഞതല്ലേ? എത്രയോ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്നു, പല പ്രശ്നങ്ങളും
കള്ളു കുടിച്ചവനുള്ളതാകുന്ന ബുദ്ധിമുട്ടുകൾ, അവനുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, സിഗരറ്റ് വലിച്ചവന് അവൻ്റെ തൊണ്ടയ്ക്ക് ക്യാൻസർ പിടിച്ച രംഗം, ഇതൊക്കെ നിനക്ക് കാണാം, നേരിട്ട് കാണുന്നില്ലേ? എന്നിട്ട് നീ എന്തേ മനസ്സിലാക്കാത്തത്? വലിസാനും വശഫത്തൈൻ, മനോഹരമായ ഒരു നാവ് അള്ളാഹു നിനക്ക് നൽകിയില്ലേ? എന്തേ നീ അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലാത്തത്? ആ നാവിലേക്കാ നീ കള്ളൊഴിച്ചു കൊടുക്കുന്നത്. അഊദു ബില്ലാഹി, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന ഫീ സദരിഹി ആയത്തും മിൻ കിതാബില്ലാഹ് വസബ്ബ അലൈഹിൽ ഖംറു ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ ഫയഖുദു ബിനാസിയതിഹി ഫയുഖാസിമുഹു ബൈന യദയില്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, മൻ കാന ഫീ സദരിഹി ആയത്തും മിൻ കിതാബില്ലാഹ്, ആരുടെയെങ്കിലും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടായിരിക്കെ, വസബ്ബ അലൈഹിൽ ഖംറു, ഖുർആൻ ഹൃദയത്തിൽ മനപ്പാഠമായിരിക്കെ, ഖുർആനിൽ നിന്ന് ഒരു ആയത്തെങ്കിലും ഹൃദയത്തിലുണ്ടായിരിക്കെ. ഒരായത്തെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരായത്താണ്, അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അനക്കോ ഇല്ലല്ലോ. നിങ്ങളവിടെ ഇരിപ്പുണ്ടോ? അതെങ്കിലും പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്തറിയാത്തവരുണ്ടോ? ഇല്ല, ഒരൊറ്റ ഒരാൾ പോലും ഇല്ല, എല്ലാവർക്കും അറിയാം. ഫാത്തിഹ സൂറത്ത് അറിയാത്തവർ വളരെ കുറവാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ മുഅവ്വിദതൈൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് ഇദാ ജാഅ നസ്റുല്ലാഹ്, എല്ലാ സൂക്തവും നമുക്കറിയാം, മിക്ക സൂറത്തുകളും അറിയാം അല്ലേ? എന്നാൽ ഒരു ആയത്തെങ്കിലും മനപ്പാടമുള്ള ഒരു മനുഷ്യൻ അവൻ കള്ളു കുടിച്ചാൽ, അഥവാ മോമിനായ മനുഷ്യൻ അവനെ കള്ളു കുടിച്ചാലെന്നർത്ഥം, അവനൊരായത്തെങ്കിലും മനപ്പാടമുള്ളവനാണ്. അവൻ കള്ളു കുടിച്ചാൽ അവനുള്ള ശിക്ഷയാണ്. ഇതാ കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജാഅ യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക്, അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കടന്നു വരുകയാണ്. ആരെന്നറിയുമോ? കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ, ഏതൊരു ആയത്താണോ നീ ഓർമ്മ വെച്ചിട്ടുള്ളത്, നീ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളിലെ അക്ഷരങ്ങൾ കടന്നു വരുകയാണ്. ഫയഖുദു ബിനാസിയതിഹി, മനുഷ്യ മാനവ, നിന്റെ കുടുമിക്ക് അല്ലാഹു പിടിക്കുകയാണ്, നിന്റെ തലമുടിക്ക് അല്ലാഹു പിടിക്കുകയാണ്, നിന്റെ മൂർധാവിൽ പിടിക്കുകയാണ് ആ അക്ഷരങ്ങൾ. ഫയുഹാസിമുഹു ബൈന യദയില്ലാഹ്, നിന്നെ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളിലെ അക്ഷരങ്ങൾ നിന്നെ കുടുമിക്ക് പിടിച്ചുകൊണ്ട് റബ്ബിന്റെ ദർബാറിൽ കൊണ്ടുവന്ന് നിർത്തി പടച്ചറപ്പിനോട് തർക്കിക്കുമത്രേ. അല്ലാഹുവേ, ഇവനെ നരകത്തിലേക്ക് ഇടണേ അല്ലാ, ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുത് അല്ലാ. കാരണം ഇവൻ ദുനിയാവിൽ കള്ളുകുടിച്ചവനാണ്, ഇവൻ ലഹരിനുണഞ്ഞവനാണ്, ഇവൻ പാമ്പരാകെ ചവച്ചവനാണ്, ഇവൻ മോശപ്പെട്ടതാകുന്ന സാധനങ്ങളെ ഇവന്റെ നാവിലൂടെ കടത്തിവിട്ടവനാണ്. പരിശുദ്ധമായ ഖുർആനാകുന്ന എന്നെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കെ, അല്ലാഹുവേ നിന്റെ കലാമാകുന്ന എന്നെ ഇവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കെ, ഇവൻ ആ ഖുർആനിനെ മലീമസപ്പെടുത്തുന്ന രീതിയിൽ കള്ളും കഞ്ചാവുമായി നടന്നവനാണ്. റബ്ബേ, ഇവനെ നരകത്തിലിടണേ അല്ലാ, ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കല്ല അല്ലാ എന്ന് പടച്ച തമ്പുരാന്റെ ഹദ്റത്തിൽ വന്നുകൊണ്ട്, ആയത്തുകളിലെ അക്ഷരങ്ങൾ വന്നുകൊണ്ട് നിനക്കെതിരായി സാക്ഷി പറയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, ഹബീബ്
ഹബീബായ നബി തങ്ങൾ പറയുകയാണ് സഹാബ ഫൽ വൈലു കുല്ലുൽ വൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ആർക്കെതിരെയാണ് പടച്ച തമ്പുരാന്റെ ഹദ്റത്തിൽ വന്നുകൊണ്ട്, ആർക്കെതിരെയാണോ റബ്ബിന്റെ ഹദ്റത്തിൽ വന്നുകൊണ്ട് സാക്ഷി നിന്നത്, അവൻ തീർച്ചയായും നശിച്ചത് തന്നെ, അവൻ തുലഞ്ഞത് തന്നെ, അവൻ നരകത്തിലേക്ക് എറിയപ്പെടാൻ നിദാനമാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഒരു ആയത്തെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നാളെ പടച്ച റബ്ബിന്റെ ഹദ്റത്തിലെത്തുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരൊറ്റ ആയത്ത് മനപ്പാടമുള്ളവൻ 19 അക്ഷരമാണ് ബിസ്മിക്കുള്ളത്. ബാ ഒരക്ഷരം, അതേപോലെ മൊത്തത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരമാണ്. ഈ 19 അക്ഷരങ്ങൾ കടന്നു വന്ന് നിന്റെ മൂർധാവിൽ പിടിച്ച് മഹ്ശറയിൽ വെച്ചുകൊണ്ട് വലിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അള്ളാഹുവിനോട് പറയും, അല്ലാ ഇവൻ കള്ളു കുടിച്ചവനാണ് റബ്ബേ, നിന്റെ കലാമാകുന്ന വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കേ, ഇവൻ കള്ളു കുടിച്ചവനാണ്, അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് ഖുർആൻ വന്നുകൊണ്ട് എതിരായി സാക്ഷി നിൽക്കുമ്പോ ആ ഖുർആന്റെ സാക്ഷ്യം കാരണമായിട്ട് ഇവനെ മലക്കുകൾ നരകത്തിലേക്ക് എറിയാൻ അള്ളാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അഊദു ബില്ലാഹി. അള്ളാഹു ആക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആയത്തുകൾ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ എണ്ണം കണ്ടിട്ട് വരും. അഊദു ബില്ലാഹി. അള്ളാഹു ആക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ തൗബ ചെയ്തോ. ജീവിതത്തിൽ ആരെങ്കിലും കൂട്ടുകാരൻ തന്നിട്ടുണ്ടാ ഒരു ബഫ് വലിച്ചോ, യാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല, ആരും അറിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിന്റെ കൂട്ടുകാരൻ നിനക്ക് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. വലിച്ചിട്ടോ, കുഴപ്പമില്ലടാ, ആരും അറിയുന്നില്ലല്ലോ, രാത്രിയല്ലേ, കുഴപ്പമില്ല, വലിച്ചോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ച് വലിക്കണം, അപ്പോഴേ റാഹത്തുള്ളൂ. മനസ്സിലെ വിഷമങ്ങളൊക്കെ പമ്പെടുക്കും. പരീക്ഷയ്ക്ക് തോറ്റാൽ കിറങ്ങൂല, ഇതെടുത്ത് 2 എണ്ണം അടിച്ചാൽ മതി എന്നൊക്കെ പൊട്ടത്തരം പറഞ്ഞു തരും. അത് കേട്ടിട്ടൊക്കെ വലിച്ചിട്ടുള്ള ചെറുപ്പക്കാർ തൗബ ചെയ്തോ ഈ സദസ്സിൽ, അല്ലാഹു സ്വീകരിക്കട്ടെ. കോളേജിലൊക്കെ കണ്ടില്ലേ കുമാരിമാർ, കോളേജ് കുമാരിമാർ പഠിക്കുന്ന കലാലയങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഹോസ്റ്റലിൽ ഇരുന്നു കൊണ്ട് കള്ളു കുടിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു മടിയില്ല. ഒക്കെ തുറസ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് ഇതൊക്കെയാണോ സ്വാതന്ത്ര്യം? കള്ളു കുടിക്കുമ്പോഴും ലഹരി നുണയുമ്പോഴും അതിൻ്റെ ആളുകൾ തന്നെ പറയും ഇത് വലിയ അപകടമുണ്ടാക്കും. എല്ലാവരും ഒന്നടങ്കം തുറന്നു പറയാൻ. എന്നിട്ടും മനുഷ്യരിൽ കള്ളു കുടിക്കുന്നവർ ധാരാളം, ലഹരി നുണയുന്നവർ ധാരാളം. സിസൽ ബെൽറ്റിൻ്റെ കവറിൽ തന്നെ ചിത്രം കൊടുത്തിട്ടുണ്ട്, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നവൻ്റെ ചിത്രം. അത് കണ്ടുകൊണ്ടാണ് പിന്നെയും വാങ്ങുന്നത്. ഒരു 10 പാക്കറ്റിക്ക് അന്നേക്കട്ടോ, റാഹത്തായിട്ട് ഡെയിലി വലിച്ചു തീർക്കുക. അതാണ് ആളുകൾ. അഊദു ബില്ലാഹി. അല്ലാഹു കാക്കട്ടെ. പാപ്പ വലിച്ചിട്ട് താഴെ ഇടും, മക്കളതെടുത്തിട്ട് വലി തുടങ്ങും. അവിടെ രക്ഷിതാക്കൾ സൂക്ഷിച്ചോ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മളോർക്കോ ഇതിപ്പോൾ ഇത്ര നാളായില്ലേ, ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോൾ അങ്ങനെ അങ്ങ് നടത്തിക്കൊണ്ടു പോകാം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് കാണുകയാണ് മക്കൾ ചെയ്യാൻ. കാരണം വാപ്പയാണ് ഏത് കുട്ടിയും റോൾ മോഡലാക്കുക. ഏത് കുട്ടിയും വാപ്പയിലേക്കാണ് നോക്കുന്നത്. വാപ്പയുടെ പ്രവർത്തനം അവൻ ചെയ്യും. വാപ്പ പള്ളിയിൽ കൃത്യമായി നമസ്കരിക്കുന്നവനാണ് എങ്കിൽ അവനും പള്ളിയിൽ കൃത്യമായി വരും. വാപ്പ പള്ളിയിലെ പ്രസിഡൻ്റാണ് എങ്കിൽ മകനും ആഗ്രഹിക്കും നാളെ എനിക്കും പള്ളിയിലെ പ്രസിഡൻ്റ് ആകണം, മഹല്ലുമായി കൂടുതൽ ബന്ധം വേണം. വാപ്പ കൃത്യമായി ഇമാം ജമാഅത്ത് ശീലിക്കുന്നവനാണ് എങ്കിൽ മകനും അതുപോലെ തന്നെയാണ്. ഉമ്മ കൃത്യമായി മുസല്ല വിരിച്ച് വിശുദ്ധമായ ഖുർആൻ ഓതുകയും നമസ്കാരം ചുട്ടുവെക്കുകയും ചെയ്യുന്ന ഉമ്മയാണ് എങ്കിൽ മകളും ആ രീതിയിലായി മാറും. വാപ്പ കള്ളു കുടിക്കുകയും ലഹരി നുണയുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യണമെങ്കിൽ മക്കളും ആ ശൈലി അവലംബിക്കും. ഞാൻ കേവലം ഒരു സിഗരറ്റ് മാത്രമല്ലേ വലിച്ചുള്ളൂ ഉസ്താദ് എന്ന് പറയരുത്. മക്കൾക്ക് അതിലൂടെ ലഹരിയുടെ ലോകത്തേക്ക് കടക്കാൻ നിദാനമാണ്. വാതിൽ തുറന്നിട്ട് കൊടുത്ത് നീയാണ് നാളെ റബ്ബിൻ്റെ ദർബാറിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അഊദു ബില്ലാഹി. അല്ലാഹു കാക്കട്ടെ. ബക്കറ്റ് വരുമില്ലേ? ബക്കറ്റ് വേണ്ടേ? എടുത്തോളി, വേണ്ടോ? നിങ്ങളാണ് എന്നാ കൊണ്ട് നോടിച്ചോളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ലൊരു സ്വതക്ക കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സ്വതക്ക അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. കുട്ടികളാരെങ്കിലും ഒന്ന് കൊണ്ടുപോയിക്കോളി, എല്ലായിടത്തും ഓടിക്കും. ബിസ്മില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. കവർ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നൽകും. നാളെ ബഹുമാനപ്പെട്ട നജമുദ്ദീൻ പൂക്കോയ തങ്ങൾ അവറുകളാണ് വരുന്നത്. തങ്ങളുടെ സദസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നല്ല ദുആ ഉണ്ടാവും. അതിലേക്ക് നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും 1000 കഴിയുന്നവരുണ്ടാകും, 2000 കഴിയുന്നവരുണ്ടാകും, 500 കഴിയുന്നവരുണ്ടാകും, 313 കഴിയുന്നവരുണ്ടാകും. ഇൻഷാ അല്ലാഹ്
ഏറ്റവും ചുരുങ്ങിയതൊരു 313 എങ്കിലും എല്ലാവരും ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നല്ല സ്വതക്ക കൊടുക്കുന്ന 1000 ഒക്കെ കൊടുക്കുന്നവർ 2000 5000 ഒക്കെ കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ സ്വതക്കകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറയും. അള്ളാഹു ഇനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയത്തിന് നിദാനമാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിൽ, അബിദീങ്ങളിൽ, ഹാഫിദീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയെ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹു എല്ലാവിധ വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. കവർ നൽകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പറഞ്ഞതുപോലെ നാളെ റാഹത്തായ നിലയിൽ തിരിച്ചേൽപ്പിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ദുനിയാവിൽ നീ ഇങ്ങനെ കള്ളുകുടിച്ചും ലഹരി തുണഞ്ഞും മോശപ്പെട്ട ശൈലിയിലുമായി ജീവിക്കാതെ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ഖിദ്മത്തെടുത്തുകൂടി നിന്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം അതാണ്. അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരും. നിന്റെ ആയുസ്സിൽ ടോട്ടലായി അള്ളാഹു ചോദിക്കും. മഹ്ശറിലേക്ക് എത്തുമ്പോൾ 4 കാര്യങ്ങൾ ചോദിക്കുമേ. 4 കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ മഹ്ശറിലേക്ക് എടുത്തു വെച്ച കാല് നിനക്ക് അനക്കാൻ പറ്റൂല എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി ആദ്യമായി പ്രവാചകനെ പഠിപ്പിക്കുന്ന നുംരിഹി ഫീമാ ഫിനാ, നിന്റെ ആയുസ്സിനെ പറ്റിയാണ്. ആയുസ് നീ എന്തിനാണടാ നശിപ്പിച്ചത്? നിനക്ക് 30 വയസ്സില്ലയോ, 40 വയസ്സില്ലയോ, 50 വയസ്സില്ലയോ, 60 എത്തിയില്ലയോ, 70 എത്തിയില്ലയോ? ഈ 70ഓളം വയസ്സ് നിനക്ക് ഞാൻ നൽകിയിട്ട് നീ എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടാ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുൻ നദീർ വജാഅകുമുൻ നദീർ. നിനക്ക് ഞാൻ ഇന്നാലിന്റെ വയസ്സുള്ള നൽകിയില്ലയോ? 30, 40, 50, 60, 70 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലയോ? ഈ ആയുസ്സിൽ നീ എന്ത് ചെയ്തടാ എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കുന്നതാണ്. മറുപടി കൊടുക്കാതെ മഹ്ശറയിൽ നനങ്ങാൻ പറ്റൂല സഹോദരാ. തീർന്നില്ല. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ആയുസ്സിൽ നിന്ന് ഏറ്റവും നല്ല സമയമാകുന്ന യുവത്വത്തെ പറ്റി എടുത്ത് ചോദിക്കുകയാണ്. നിന്റെ യുവത്വ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തടാ? 15 വയസ്സ് മുതൽ 30 വയസ്സിനിടയിൽ നീ എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ചെയ്തത്? എന്തൊക്കെ നന്മകളാണ് ചെയ്തിട്ടുള്ളത്? പടച്ച തമ്പുരാൻ നിന്നോട് ചോദിക്കുമേ. മറുപടി കൊടുക്കാതെ അനങ്ങാൻ കഴിയില്ല സഹോദരാ. നീ നമസ്കരിച്ചവനാണോ? നീ നോമ്പ് പിടിച്ചവനാണോ? നീ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ? നിരാലംബർ കവലംബമായവനാണോ? ഏത് രീതിയാണ് നീ നടന്നത്? നീ കള്ളു കുടിച്ച് നടന്നോ? ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നോ? നീ മോശപ്പെട്ട ശൈലിയിൽ നിന്റെ ശരീരത്തെ നീ മാറ്റി എഴുതിയോ? വിചാരശാലകളിലേക്ക് പോയോ? ടിക്ടോക്ക് കളിച്ചുകൊണ്ട് നടന്നോ? മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ തള്ളി നീക്കിയോ? സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് കാതുകളെ മലീമസപ്പെടുത്തിയോ? ഏത് രീതിയിലാണ് നീ പോയത്? 40 വയസ്സുള്ള സഹോദരി, നിന്റെ ഭർത്താവ് അറിയാതെ 3-4 മക്കൾ ഉണ്ടാകുമ്പോ ആ മക്കളെ മറന്നുകൊണ്ട് കാമുകനുമായി പാതിരാത്രി സമയത്ത് നീ ഭാഷണം നടത്തിയത് എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നീ പറയുകയാണ്. യുവത്വത്തിന്റെ അതിപ്രസരത്തിൽ അന്യ ചെറുപ്പക്കാരുമായി ബന്ധം വെച്ചത്, കലാലയങ്ങൾ രാഷ്ട്രീയമായി കൂടിക്കലർന്നത്, കലാലയങ്ങളിലുള്ള കൂട്ടുകാരുമായി ഏതെങ്കിലും ജയിലറകളിൽ പോയിട്ട്, ഏതെങ്കിലും വീടിന്റെ ഉള്ളറകളിൽ പോയിട്ട്, ഏതെങ്കിലും ഫ്ലാറ്റിലോ മാളുകളിലോ ബീച്ച് റോഡുകളിലോ ഏതെങ്കിലും സ്ഥലത്തോ പോയിരുന്നു കൊണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് രഹസ്യം പറഞ്ഞത്, കൂടിക്കാഴ്ച നടത്തിയത് എല്ലാം പടച്ച തമ്പുരാനോട് വിളിച്ചു പറയുകയാണ്. തീർന്നില്ല. മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്,
ചോദിക്കുകയാണ് വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖാ. നിനക്ക് നൽകിയ സമ്പത്തിനെ പറ്റി അല്ലാഹു ചോദിക്കുകയാണ്. എവിടെ നിന്നാണടാ നിനക്ക് പണം കയ്യിൽ വന്നത്? എവിടെയൊക്കെയാണടാ നീ ചെലവഴിച്ചത്? 40,000, 50,000, 60,000, 70,000, 2 ലക്ഷത്തിന്റെയും ഒക്കെ സ്കൂട്ടറുകളും ബൈക്കുകളും ഒക്കെ സജീവമാക്കുന്ന ചെറുപ്പക്കാരാ, ഫോണുകൾ കയ്യിലുള്ളതാകുന്ന യുവാക്കളെ, എവിടെയാണടാ നിനക്ക് പണം കയ്യിൽ വന്നത്? എവിടെ നിന്നാണടാ നിനക്ക് കിട്ടിയത്? നിന്നോട് പടച്ച തമ്പുരാൻ ചോദിക്കുമേ, എവിടെയാണ് നീ ചെലവഴിച്ചത് എന്നതിനെ പറ്റിയും ചോദിക്കുമേ. ലോകത്തെ എല്ലാ വസ്തുക്കളെ പറ്റിയും ഒരൊറ്റ ചോദ്യമാണുള്ളതെങ്കിൽ സമ്പത്തിനെ പറ്റി 2 ചോദ്യമാണുള്ളത് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ലോകത്തെ എല്ലാ വസ്തുക്കളെ പറ്റിയും 2 ചോദ്യങ്ങളില്ല, ഒരൊറ്റ ചോദ്യം മാത്രമാണ്. എന്നാ സമ്പത്തിനെ പറ്റി അല്ലാഹു 2 ചോദ്യം ചോദിക്കുമേ. എവിടെ നിന്നാണടാ സമ്പത്ത് കിട്ടിയത്? എവിടെയാണടാ ചെലവഴിച്ചത്? വേറെ ഒന്നും ആ ചോദ്യമില്ല. സമ്പത്തിനെ പറ്റി 2 ക്വസ്റ്റ്യൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടുന്ന് അത് കിട്ടി കയ്യിൽ, അതിൻ്റെ ഇൻകം എവിടെ, അത് ചോദിക്കും. ഇവിടെ ഇൻകം ടാക്സുകാർ വന്ന് ചോദിക്കുന്ന ചോദ്യമല്ല, പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്. അപ്പം നീ എന്തെങ്കിലുമൊക്കെ കണക്കൊക്കെ നീ അങ്ങനെ NRIക്കാർ അങ്ങനെ തന്നു ഇങ്ങനെ തന്നൊക്കെ നീ പറയുന്നുണ്ടാവും. അന്ന് അവിടെ വില പോവില്ല. ഇത് പടച്ച തമ്പുരാൻ പിടിക്കുകയാണ്, അല്ലാഹു തആല പിടിക്കുക. എവിടുന്ന് കിട്ടി നിനക്ക് ഈ പൈസ? എവിടുന്ന് കിട്ടി? ഗൾഫിലേക്ക് പോകുന്നതുകൊണ്ട് 10ാം ക്ലാസ്സിൽ തോറ്റവനാണ്, ഗൾഫിൽ പോയി 2 കൊല്ലം കൊണ്ട് തിരിച്ചു വന്നു. നാട്ടിൽ അമ്പരച്ചുംബികളായ വീടുകൾ വെക്കുന്നവർ. എവിടുന്ന പൈസ? അറബി എത്തിങ്കാനയിലാക്കിയിട്ട് കൊണ്ടുവന്നതാണോ ഈ പൈസ? എവിടുന്ന് കിട്ടി? അല്ലാ ഫുലൂസ് എവിടുന്ന് നിനക്ക് പൈസ? അങ്ങനെ ഉണ്ടല്ലോ സംഭവം. ഇവിടെ നാട്ടിൽ വലിയ MBBS എടുത്തിട്ടും കിട്ടാത്ത ശമ്പളമായിട്ട് വരികയാണ്. 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കൈ നിറച്ച് കാശുമായിട്ട് വരിക. എവിടുന്ന് കിട്ടിയത്? അവിടെ സംഭവം ചെറിയ ജോലിയായിരുന്നു. പക്ഷെ എങ്ങനെ കിട്ടിയത്? ഇത് അടിച്ചു മാറ്റി കിട്ടി, അല്ലാതെ ഒന്നുമല്ല. അല്ലേ? റബ്ബിൻ്റെ മുന്നിൽ ചോദിക്കും. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. ശ്രദ്ധിച്ചോ. അല്ലാതെ ഇപ്പം 10ാം ക്ലാസ്സിൽ തോറ്റവർക്കൊക്കെ അവിടെ കോടികൾ കൊടുക്കുകയാണ്. അതെന്താ പരിപാടി? അങ്ങനെയാണ് പിന്നെ എല്ലാവരും പോകുമല്ലോ. 2 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വന്നപ്പോൾ നാട്ടിലെ ഹാജിയാർ ഭയങ്കര ഫ്ലാറ്റ് വെക്കുക, ഭയങ്കര ഫ്ലാറ്റ് പണിയാണ്, ഭയങ്കര ഇത്. ഇവിടെ 10ാം ക്ലാസ്സിൽ തോറ്റ കാക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര കാശ്. എവിടുന്നാണ് ഇത് കിട്ടിയത്? ഇപ്പം 10ാം ക്ലാസ്സിൽ തോറ്റെങ്കിലും ബിരുദ് പഠിച്ചിട്ടുണ്ട്. അടിച്ചു മാറ്റാൻ യാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോക്കറ്റിലെടുത്തിടുക. പടച്ച തമ്പുരാൻ ചോദിക്കും. ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചോ, കൂട്ടുകാരുമായി കൂടിയിട്ട് കൊട്ടേഷൻ സംഘത്തിലൊക്കെ ചേർന്നിട്ട് കിട്ടുന്ന പൈസയില്ലേ, അടിച്ചു മാറ്റുന്നവരില്ലേ, കവർച്ച നടത്തുന്നവരില്ലേ, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവാസ ലോകത്ത് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാവപ്പെട്ടവന്റെ പണം അവന്റെ വീടിന്റെ കത്തളങ്ങൾ ലോക്കറിൽ നിന്ന് അടിച്ചുകൊണ്ടു പോകുന്ന ചെറുപ്പക്കാരില്ലേ, എന്നിട്ട് നല്ല ദൂർത്തടിക്കുന്നവരില്ലേ, നല്ല ബൈക്കുകൾ വാങ്ങിയിട്ട് റൈസ് ചെയ്യുന്ന ചെറുപ്പക്കാരില്ലേ, പഠിച്ചു ചെയ്തോ, നല്ലതുപോലെ പഠിച്ചു വെച്ചോ, അള്ളാന്റെ മുന്നിൽ ചോദിക്കപ്പെടും. തമ്പുരാൻ ചോദിക്കും. അത് മറുപടി നൽകാതെ അനങ്ങാൻ പറ്റൂല. എവിടുന്ന് കിട്ടി? 1 രൂപയാണെങ്കിൽ ആ 1 രൂപ എവിടുന്ന് കിട്ടി ചോദിക്കല്ല. പടച്ചവനെ 1 രൂപയല്ലോ, അത് എഴുതി തള്ളാവല്ലോ, പറ്റൂല. എവിടുന്ന് കിട്ടി? സാര കാര്യമല്ല, പിടിക്കപ്പെടും. എവിടുന്ന് കിട്ടിയെന്ന് മാത്രമല്ല, എവിടെ ചെലവഴിച്ചു എന്നും ചോദിക്കപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കള്ളിനാണോ പെണ്ണിനാണോ നീ ചെലവഴിച്ചത്? നീ ചെലവഴിച്ചത് പെൺവാണിഭവത്തിനാണോ? നീ ചെലവഴിച്ചത് കൂട്ടുകാരന് കള്ള് വാങ്ങിക്കൊടുത്തതാണോ? നീ ചെലവഴിച്ചത് റിലീസിന് പടങ്ങൾ തേടി ജുമുഅ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിയേറ്ററിൽ പോയതാണോ? നീ ചെലവഴിച്ചത് മോശപ്പെട്ടതാകുന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനാണോ? നീ ചെലവഴിച്ചത് പൈങ്കിളി പുസ്തകങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണോ? നീ ചെലവഴിച്ചത് സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് വേണ്ടിയാണോ? നീ ചെലവഴിച്ചത് സിനിമയുടെ കാസറ്റുകൾ വാങ്ങി വീടിന്റെ അകത്തളങ്ങൾ കൊണ്ടുവരുന്നതിനാണോ? ഏത് രീതിയിലാണ് നീ ചെലവഴിച്ചത് എന്നതിനെ പറ്റി അല്ലാഹു നിന്നോട് ചോദിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മറുപടി നൽകാതെ വെച്ച കാല് അനങ്ങാൻ പറ്റൂല. തീർന്നില്ല. 4ാമത്തെ കാര്യം വഅന്നിൽ മിഹീർ,
മാദാ അമില ഫീമാ അലിമാ. അവന്റെ അറിവിനെ പറ്റി അല്ലാഹു ചോദിക്കുകയാണ്, നീ അറിഞ്ഞ വിഷയങ്ങളിൽ അമൽ ചെയ്തത് എന്തൊക്കെയാണ്? നമസ്കാരത്തെ കുറിച്ച് അറിഞ്ഞവനല്ലയോ? നോമ്പിനെ കുറിച്ച് അറിഞ്ഞവനല്ലയോ? പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് വാല് കേട്ടവനല്ലയോ? മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെ ആദരിക്കുന്നതിന്റെ കൂലി നീ മനസ്സിലാക്കിയതല്ലയോ? എന്നിട്ട് നീ എന്ത് ചെയ്തടാ? അറിഞ്ഞ വിഷയത്തിൽ നീ എന്താണടാ ചെയ്തത് എന്നും പടച്ചതമ്പുരാൻ നിന്നോട് ചോദിക്കുമേ. മറുപടി നൽകാതെ അല്ലാഹുവിന്റെ ഹളറത്തിൽ നനങ്ങാൻ പറ്റൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വഅസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ. പണമുള്ള ആളുകളെ പടച്ച റബ്ബിന്റെ ഹളറത്തിൽ തടയപ്പെടുകയാണ്, തടയപ്പെടുകയാണ്. ഈ ദുനിയാവിൽ ദൂർത്തടിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? പണം ലാവിശായി ചെലവഴിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? ഭക്ഷണത്തിന് വേണ്ടിയാണോ? ഷവർമയ്ക്ക് വേണ്ടിയാണോ? സിസ്ബി പായ്ക്ക് വേണ്ടിയാണോ? എന്തിനു വേണ്ടിയാണോ? ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഏതൊക്കെ ഹറാമിയത്തുണ്ട് അതിനെല്ലാത്തിനും വേണ്ടി സമ്പത്തിനെ ചെലവഴിക്കുന്നവരെ നാളെ പടച്ച റബ്ബിന്റെ ഹളറത്തിലെത്തുമ്പോ അല്ലാഹു പണമുള്ള ആളുകളെ വിചാരണയ്ക്ക് വേണ്ടി തടഞ്ഞു വെക്കുമത്രേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ട ആളുകളുടെ വിചാരണ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീന ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ട ആളുകളുടെ വിചാരണ കഴിഞ്ഞ് 500 വർഷങ്ങൾക്ക് ശേഷമാണ് പണക്കാരാകുന്ന ആളുകളുടെ വിചാരണ കഴിയുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ട ആളുകളുടെ വിചാരണ കഴിഞ്ഞിട്ട് 500 കൊല്ലം എടുക്കും പണക്കാരുടെ വിചാരണ കഴിഞ്ഞിട്ട് അവരൊന്ന് സ്വർഗത്തിലേക്ക് എത്താൻ. സ്വർഗത്തിലെത്തുന്നവർ, വിചാരണ കഴിഞ്ഞിട്ട് റാഹത്താകുന്നവർ. ഇടങ്ങേറായവൻ കാലെ പിടിച്ച് ഒറ്റ കയറും നരകത്തിലോട്ട്. അല്ലാ പോട്ടെ, മനസ്സിലായില്ല? പണമില്ലാത്ത ആളുകൾ അവന് വിചാരണ വേഗം കഴിഞ്ഞു കിടക്കും. അത് കഴിഞ്ഞ് എത്ര കൊല്ലം കഴിയും? 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് പണക്കാരായ ആളുകൾ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തുക. സയ്യിദുനാ റസൂലുള്ളാഹി. വിചാരണയിൽ രക്ഷപ്പെട്ടവർ അത് തന്നെ രക്ഷപ്പെട്ടവരാണ്. 500 കൊല്ലം. ഈ ദുനിയാവിൽ എത്ര കൊല്ലം ആകെ ജീവിച്ചത്? 30 കൊല്ലം. 40, 50, 60, 70, 80 കഴിഞ്ഞു. 70 കൊല്ലം ജീവിച്ചതിൻ്റെ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി, പണത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാൻ എത്ര നാൾ നിൽക്കണം മഹ്ശറയിൽ? പാവപ്പെട്ടവരൊക്കെ പോയി 500 കൊല്ലം കഴിയണം. പിന്നെ അവിടെ മഹ്ശറയിൽ സുബ്ഹാനല്ലാഹ്, സൂര്യൻ ഇങ്ങനെ തലയ്ക്ക് മീതെന്ന് തിളക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമിൻഹും മയ്യൽജിമുഹുൽ അറഖുൽ ജാമാ. വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകളുണ്ട്, മുട്ടുവരെ വിയർക്കുന്നവരുണ്ട്, തോളുവരെ വിയർക്കുന്നവരുണ്ട്. വിയർപ്പിൽ മുങ്ങിക്കുളിച്ച ആളുകൾ മഹ്ശറയിലുണ്ട് സഹാബ. അവർക്കിടയിലാണ് നിലകൊള്ളുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉള്ള സമയം ശരിക്ക് മാതാപിതാക്കൾ ഖിദ്മത്തെടുത്ത് കൂടിക്കോ. നിസ്കാരം ചിട്ടവെക്കുന്നതിനോടൊപ്പം അവരോടൊപ്പം കൂടിക്കോ. പാപ്പാടെ ഉമ്മാടെയും മുഖത്ത് നോക്കിയിരിക്കൽ തന്നെ കൂലി. പരിശുദ്ധ ഇസ്ലാം. വെറുതെ റോട്ടി വന്നിരിക്കണ്ട. ഏത് നാട്ടിലും നോക്ക്, ഒരു പോസ്റ്റ് അവിടെ റോഡിൽ കിടക്കുന്ന കാണാം. ആ പോസ്റ്റിന് 4 കാലും കൊടുത്ത് കുറേ ചെക്കന്മാർ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക. എല്ലാ നാട്ടിലും ഉണ്ട്. ഇതിന് മാത്രം പോസ്റ്റ് വിടുന്നതെന്ന് തന്നെ. എന്നാൽ അതൊക്കെ ഒന്ന് കുത്തിവെച്ചിട്ട് വഴിവിളക്കാക്കിയിരുന്നെങ്കിൽ ഇവിടെയൊക്കെ വെളിച്ചം ഉണ്ടായേനെ, റാഹത്തായേനെ. എല്ലാ നാട്ടിലും ഉണ്ട്. ഒരു പോസ്റ്റ് മറിച്ചിടുക, അതിന് 4 കാലും കൊടുക്കുക, യാ അല്ലാ, അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക. എഅ്തികാഫുൽ ജൽസ, അവിടെ ഇരിക്കുക. ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇതന്നെ പരിപാടി. നേരം വെളുക്കുന്നത് വരെ. ഒരു 10 മിനിറ്റ് നിനക്ക് ജന്മം നൽകിയ ഉമ്മാടെ മുഖത്ത് നീ നോക്കലുണ്ടോ?
ആ പ്രായം ചെന്ന വാപ്പ ചുക്കിച്ചുളിഞ്ഞതാകുന്ന ശരീരഭാഷയുള്ള പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖത്ത് ഒരു 10 മിനിറ്റ് നോക്കുന്ന സഹോദരങ്ങളുണ്ടോ, സഹോദരിമാരുണ്ടോ, മക്കളുണ്ടോ? ശ്രദ്ധിക്ക്. ഉണ്ടോ? 10 ഉസ്താദ് 50 മിനിറ്റ് നോക്കാം. അപ്പുറത്തെ വീട്ടിലെ താത്ത ആണെങ്കിൽ 50 മിനിറ്റും വേണം നോക്കിയിരിക്കാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. സ്വന്തം വീട്ടിലെ ഉമ്മായ നോക്കൂല, അപ്പുറത്തെ വീട്ടിലെ താത്തായ 40 വയസ്സുള്ള താത്തായ വേണമെങ്കിൽ 50 മിനിറ്റ് നോക്കും. അതിന് നമ്മൾ റെഡിയാണ്. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. സ്വന്തം ഉമ്മയുടെ മുഖത്തൊരു 10 മിനിറ്റ് നീ നോക്കലുണ്ടോ ഡെയിലി? ശ്രദ്ധിച്ചോ, കൂലി കിട്ടുന്ന കാര്യം നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ് സഹാബ, നോക്കിയിരിക്കൽ പുണ്യമാണ്. ഒന്നാമത്തെ വസ്തു പരിശുദ്ധമായ കഅബയാണ്. കഅബയുടെ കറുത്ത കില്ലയിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലിയാണ്, കൂലിയാണ്, കൂലിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ആളുകൾ പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട്, ഉംറയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ ഞങ്ങളുടെ ഹജ്ജും ഉംറയും സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ കഅബയൊന്ന് കാണിക്കണേ റബ്ബേ, അവിടെ എത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ റബ്ബേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇന്ന് ഭക്ഷണം നൽകിയ കുഞ്ഞു മുഹമ്മദ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്ത ദിവസം യാത്ര തിരിക്കുകയാണ് ഉംറയ്ക്ക് വേണ്ടി. അല്ലാഹുവേ, നീ യാത്രയെ കബൂലാക്കണേ അല്ലാ. ആരെല്ലാം അവരോടൊപ്പം യാത്ര തിരിക്കുന്നവരുണ്ട്, അവർക്കും ബറക്കത്ത് നൽകണേ റബ്ബേ, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പരിശുദ്ധമായ കഅബയെ കാണണേ സഹോദര, പരിശുദ്ധമായ കഅബ കൺകുളിർക്ക നോക്കണേ. ആ കഅബയുടെ കറുത്ത കില്ലയിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലിയാണ്, കൂലിയാണ്, കൂലിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ വീടിന്റെ അകത്തളങ്ങളിലുള്ള പരിശുദ്ധമായ ഖുർആനില്ലയോ? ഏത് വീട്ടിലും കുടിയിരിക്കൽ നടത്തുമ്പോ വീടിന്റെ ഉടമസ്ഥനോ സഹോദരിയോ കൈകളിൽ വെച്ചുകൊണ്ട് കയറുന്ന ഖുർആൻ, കൈപുസ്തകമായി പിടിക്കുന്ന വിശുദ്ധ ഖുർആൻ, മുസ്ലിമേ നിന്റെ കാറ്റലോഗായ ഖുർആൻ, നിന്റെ വഴികാട്ടിയായ ഖുർആൻ, അത് ഷെൽഫിൽ കൊണ്ടുപോയി പൂട്ടിവെക്കാനുള്ളതല്ല, അത് ഓതാനുള്ളതാണ്, പാരായണം ചെയ്യാനുള്ളതാണ്. ആ ഖുർആൻ ഓതാൻ അറിയാത്തവരെ വിക്കി ഓതിയാൽ പോലും 2 കൂലിയാണ്, 2 കൂലിയാണ്. വല്ലദീ യതകഅഉ ലഹു അജ്റാൻ. പരിശുദ്ധമായ ഖുർആൻ വിക്കി ഓതുന്നവന് 2 കൂലിയാണ്, 2 കൂലിയാണ്. തീർന്നില്ല. ഓതാ തീരെ അറിയാത്തവരെ ഒതുവെടുത്തുകൊണ്ട് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പരിശുദ്ധമായ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ ഇത്തികാഫ് വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറി. ആ പള്ളിയുടെ അകത്തളത്തിലെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് സഹോദരാ കിബിലക്കഭിമുഖമായി നിലകൊണ്ടുകൊണ്ട് ആ ഖുർആൻ ഒന്ന് കയ്യിൽ വെച്ചുകൊണ്ടൊന്ന് തുറക്കണേ, അതിലേക്ക് നീ ഒന്ന് നോക്കണേ, അതിന്റെ വള്ളി പുള്ളികളിലേക്ക് നീ നോക്കിയിരിക്കണേ, അക്ഷരക്കൂട്ടങ്ങളിലേക്ക് നോക്കണേ. നിന്റെ കണ്ണിന്റെ കുളിർമയാണ്, നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്, നിന്റെ ഹൃദയത്തിന്റെ അഴുക്കുകൾ മാലിന്യങ്ങൾ നീങ്ങാൻ ഹേതുവാണ്, നിന്റെ പാപങ്ങൾ പുറക്കപ്പെടാൻ നിദാനമാണ്. ഇന്ന ഹാദിയൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. നിശ്ചയം ഈ ഹൃദയങ്ങളെ കറപിടിക്കുന്നുണ്ട് സാബ, ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ. വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. നബിയേ, ഹൃദയത്തിനെ കറപിടിച്ചാൽ എങ്ങനെയാണ് തെളിക്കുക നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് സാബ. നാളെ ഞാൻ മരിക്കുമെന്നുള്ള ബോധമേതൊരു മനുഷ്യനുണ്ടോ അവന്റെ ഹൃദയം തെളിയുന്നതാണ്. രണ്ടാമതായി നബി തങ്ങൾ പറയുകയാണ്, വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ് ഹൃദയം ശുദ്ധിയാവുന്നതാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവരെ ശ്രദ്ധിക്കുന്ന സഹോദരി, നിന്റെ ഹൃദയത്തിന് തെളിച്ചം വേണോ? പരിശുദ്ധമായ ഖുർആൻ എടുക്ക്, ആ ഖുർആൻ
ഖുർആനിലേക്ക് നീ നോക്കിയിരിക്കെ. നിന്റെ ഹൃദയത്തിന് തെളിച്ചമാണ്. നിന്റെ പാപങ്ങൾ പൊറുക്കുകയാണ്. തീർന്നില്ല. മൂന്നാമത്തെ വസ്തു നോക്കിയിരുന്നാൽ തന്നെ കൂലി കിട്ടുന്ന ഒന്നാമത്തെ വസ്തു കഅബയാണ് എങ്കിൽ, രണ്ടാമത്തത് പരിശുദ്ധമായ ഖുർആനാണ് എങ്കിൽ, മൂന്നാമത്തത് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖകമലമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വജ്ഹുൽ അബവൈൻ, നിനക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് വെറുതെ നോക്കിയിരുന്നാൽ കൂലിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. സഹോദരാ, കഴിയുന്നുണ്ടോ നിനക്ക്? ചെറുപ്പക്കാരാ, സാധിക്കുന്നുണ്ടോ നിനക്ക്? പെങ്ങളെ, നിനക്ക് കഴിയുന്നുണ്ടോ? നിനക്കത് കഴിയണം. നിന്റെ രക്ഷിതാക്കൾക്ക് ഖിദ്മത്തെടുക്കാൻ കഴിയണം, അവർക്ക് സേവനം ചെയ്യാൻ കഴിയണം. അവരുടെ കാര്യങ്ങൾ നീ പ്രത്യേകമായി ഗൗനിക്കണം. അവർ സുഖമില്ലാതെ കിടക്കുമ്പോ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് കഴിയണം. നീ മകനാണ് മകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അവരുടെ കാര്യങ്ങൾ പരിപൂർണമായി നീ ശ്രദ്ധ പതിപ്പിക്കണം. ദുനിയാവിലും നിനക്ക് വിജയമാണ്, ആഖിറത്തിലും നിനക്ക് വിജയമാണ്. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ ഇന്നി ഉരീദുൽ ജിഹാദ മഅക്, തങ്ങളോടൊപ്പം പരിശുദ്ധമായ യുദ്ധത്തിന് വേണ്ടി വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന നബിയേ, ധർമ്മസമരത്തിന് വരാൻ ആഗ്രഹിക്കുന്ന റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദതുക, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലയോ? വാപ്പയല്ലേ മരിച്ചിട്ടുള്ളൂ, ഉമ്മ ഇപ്പോഴും ജീവനോടെ ഇല്ലയോ? മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, ശരിയാണ് നബിയേ, എന്റെ വാപ്പ മരിച്ചുപോയി, ഉമ്മ ഇപ്പോഴും വീട്ടിലുണ്ട്, ഉമ്മ പ്രായം ചെന്നിരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫഫീഹാ ജാഹിദ്, നിന്റെ പ്രായം ചെന്ന മാതാവിന് നീ ഖിദ്മത്തെടുത്തുകൂടണേ, എന്റെ കൂടെ യുദ്ധത്തിന് വരുന്നതിനേക്കാൾ പ്രതിഫലമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ കൂടെ യുദ്ധത്തിന് വന്ന ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് രണഭൂമിയിൽ നീ ഷഹീദാകുന്നതിനേക്കാൾ നിന്റെ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. ഉമ്മയുടെ കീഴിൽ നീ പണിയെടുക്കണേ, ഉമ്മാക്ക് ഖിദ്മത്തെടുക്കണേ, പ്രായം ചെന്ന രക്ഷിതാക്കളെ നോക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഗൾഫിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ, പ്രായം ചെന്ന മാതാപിതാക്കൾ ഒറ്റക്കാണ് എങ്കിൽ അവരെ ഇട്ടേച്ച് നീ ഒരു യാത്രയും ചെയ്യരുത്. എത്രത്തോളം ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്, പ്രായം ചെന്ന വാപ്പയും ഉമ്മയും സുഖമില്ലാതെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിനക്ക് ജുമുഅ പോലും നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഖിദ്മത്തെടുത്തൽ കൂടുതൽ പുണ്യമെന്ന് ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ പറയുകയാണ്. അത്രത്തോളം നിന്റെ ജുമുഅ നമസ്കാരത്തെ പോലും മാറ്റി നിർത്തിയിട്ട് നീ ളുഹർ നമസ്കരിച്ചാൽ മതി. നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്തെടുത്തു കൂടണേ. പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ തച്ചുടച്ചുകൊണ്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ, അവരെ ഗൗനിക്കാതെ, അവർക്ക് ഭക്ഷണം നൽകാതെ, അവർക്ക് പാർപ്പിട സൗകര്യം നൽകാതെ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ 14 സംസ്ഥാനങ്ങളിലായി 1000-ലേറെ വൃദ്ധസദനങ്ങളുണ്ടെന്ന് പറയുമ്പോ നഊദു ബില്ലാഹ്, അതിലൊരുപാട് മുസ്ലിം സഹോദര ഉമ്മമാര് ഉപ്പമാരുണ്ടെന്ന് പറയുമ്പോ ഒന്ന് ചിന്തിക്കണേ സഹോദര. നീ കൊണ്ടുപോയി നിന്റെ വാപ്പയും ഉമ്മയും വൃദ്ധസദനത്തിൽ തള്ളുമ്പോ ആരാണ് വാപ്പയും ഉമ്മയും എഴുന്നേൽപ്പിക്കുന്നത്? അന്യരായ ആളുകളല്ലയോ? ആരാണ് പല്ല് തേപ്പിക്കുന്നത്? അന്യ സ്ത്രീകളല്ലയോ? ആരാണ് കുളിപ്പിക്കുന്നത്? അന്യ സ്ത്രീകളല്ലയോ? ആരാണ് ഉടുപ്പിടിക്കുന്നത്? അന്യ സ്ത്രീകളല്ലയോ? ആരാണ് ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുക്കുന്നത്? അന്യ സ്ത്രീകളല്ലയോ? നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്തേ പൊന്നുമോനെ, നിന്റെ കൈ കൊണ്ട് ഒരു നേരം ആഹാരം കൊടുത്താൽ എത്രയോ നേരത്തെ ആഹാരം നിന്റെ വാപ്പയും ഉമ്മയും നിനക്ക് വാരി തന്നിട്ട്
കൊടുത്തിട്ടുള്ളതാണ്. നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ഒരു നേരമെങ്കിലും നീ വാരിക്കൊടുത്തിട്ടുണ്ടോ സഹോദരാ? നിന്റെ വാപ്പാക്കും ഉമ്മാക്കും നീ സന്തോഷം പകരാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ സഹോദരി? ആ വാപ്പയും ഉമ്മയും സുഖമില്ലാതെ വരുമ്പോ ഹോം നേഴ്സിന് വെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പെങ്ങളെ ഭർത്താവിനോട് നിർബന്ധിക്കുകയാണ് സഹോദരിമാര്, എനിക്ക് നിങ്ങളുടെ വാപ്പയും ഉമ്മയും നോക്കാൻ കഴിയില്ല. പെങ്ങളെ പറയരുതേ, പറയരുതേ. നിന്റെ കല്യാണത്തിന് മുമ്പ് നിനക്ക് വാപ്പയെ കാണൽ, നിന്നെ വാപ്പയ്ക്കും കാണൽ ഹറാമാണ്, ഹറാമാണ്. ഭർത്താവിന്റെ ഉപ്പയ്ക്ക് നിന്റെ ഭാര്യയെ കാണൽ ഹറാമാണ്. പക്ഷേ വിവാഹത്തോടുകൂടി അനുവദനീയമാണ്. തൊടൽ പോലും പരിശുദ്ധ ഇസ്ലാം അനുവദനീയമാക്കിയിരിക്കുകയാണ്. അഥവാ നിന്റെ വാപ്പയ്ക്ക് വാപ്പയാണ് ഭർത്താവിന്റെ വാപ്പ, നിന്റെ ഉമ്മയ്ക്ക് ഉമ്മയാണ് ഭർത്താവിന്റെ ഉമ്മ. അവര് സുഖമില്ലാതെ കിടക്കുമ്പോ നിന്റെ വാപ്പയ്ക്ക് നീ എങ്ങനെ ഖിദ്മത്തെടുക്കുന്നു, നിന്റെ ഉമ്മയ്ക്ക് എങ്ങനെ നീ ഖിദ്മത്തെടുക്കുന്നു, അതേപോലെ കരുതിക്കൊണ്ട് ചെയ്യണേ പെങ്ങളെ. വർണ്ണമായ പ്രതിഫലമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റെടുത്ത് വരും. എല്ലാവരും വരും. ആ ദൂരെ നിൽക്കുന്നവരുൾപ്പെടെ, ആ സൈഡിൽ ഇരിക്കുന്നവർ, പള്ളിയുടെ വരാന്തയിൽ ഇരിക്കുന്നവരൊക്കെ വരും. മുന്നോട്ട് വരും, കസേരയോടെ ഇട്ടോട്ടെ. എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എലക്ഷനും അതുപോലെ SSLCയും ഒക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പരീക്ഷയുടെയൊക്കെ സമയമാണിപ്പോൾ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. കവർ കൊടുത്തവർക്ക് കവർ കൊടുത്തായിരുന്നോ? കുഴപ്പമില്ല. കവർ കൊടുത്താ? കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ചൂടെ മുന്നോട്ടൊന്നും യാ അല്ലാഹ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ഹംസ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ നാടിലുള്ളതാകുന്ന സ്നേഹവും ഐക്യവും കൂട്ടായ്മയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദുകളുടെ കൂട്ടുപ്രാർത്ഥനയാണ്. എല്ലാവരും നേരത്തെ എത്തണം. നേരത്തെ തന്നെ തുടങ്ങി നേരത്തെ തന്നെ അവസാനിപ്പിക്കുന്ന ശൈലി ഇൻഷാ അല്ലാഹ്. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ സമയത്ത് അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദസ്സായി അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ചെറുപ്പക്കാരുണ്ട്, അതുകൊണ്ട് ഓർമ്മ വെച്ചോ. ഇന്ന് ഓർമ്മപ്പെടുത്തിയ വിഷയം റമളാൻ വരികയാണ്. പരിശുദ്ധ റജബിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നല്ല മാസമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ നന്മ പ്രവർത്തിക്കുക, നന്മ ചിന്തിക്കുക. മൊബൈൽ ഫോണിലുള്ള അശ്ലീലതയൊക്കെ കളയും. ഇനി നെറ്റ് വഴി ഒരു പാട്ടും അശ്ലീലതയും കേൾക്കൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യും. ഇനി നമ്മൾ നന്നാവാൻ തീരുമാനിക്കുക. ഇത്രയും ദിവസം നമ്മൾ കളിച്ചും രസിച്ചും രമിച്ചും ഒക്കെ കഴിഞ്ഞു. ഇനി മോശപ്പെട്ട ഫിലിമുകളും അശ്ലീലതകളൊക്കെ കാണുന്നത് മാറ്റി ഖുർആനുമായി ബന്ധപ്പെടും. ഖുർആൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യും. ഖുർആൻ നല്ലതുപോലെ കേൾക്കും. രാത്രിയിൽ പാട്ട് കേൾക്കണമെന്ന് നോക്കുമ്പോൾ ഖുർആൻ കേൾക്കും. നല്ല റാഹത്തായിട്ട് നല്ല നല്ല കാര്യങ്ങളുടെ ഓതലുണ്ട്. റാഹത്തായിട്ട് രാത്രി ഒരു 10 മിനിറ്റ് ഖുർആൻ ശ്രവിക്കും. നല്ല റാഹത്തായിരിക്കും, മനസ്സിന് നല്ല റാഹത്ത്. രാവിലെ സുബൈക്ക് കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ വരും. വാപ്പമാരെ ശ്രദ്ധിക്കാൻ ആൺമക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരും. ഉമ്മമാരെ ശ്രദ്ധിക്കും, കൃത്യമായി നിസ്കാരം ശീലിപ്പിക്കാൻ പെൺമക്കളെ കൃത്യമായി വിളിച്ചുണർത്തി. നമസ്കാരമൊക്കെ റാഹത്താകട്ടെ. ജമാഅത്ത് പള്ളിയിലൊക്കെ കൃത്യമായി ജമാഅത്ത് ശീലിക്കട്ടെ. സുബൈക്ക് കൃത്യമായി ജമാഅത്ത്. ഇനിയിപ്പോൾ വേനലവധിയാണ്, ഒറ്റ ജമാഅത്ത് ഒഴിയരുത്. എന്തായാലും വെയിലാണ്, വീട്ടിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ല, ചൂട് ഉറങ്ങാൻ പറ്റൂല. എന്നാൽ പിന്നെ യാ അല്ലാഹ് പള്ളിക്ക് പോട്ടെ. കൃത്യമായി നമസ്കാരം ശീലിക്കുക. 40 ദിവസം കൃത്യമായി ഇമാമും ജമാഅത്തും ശീലിച്ചാൽ നരകം മോചനമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ഇന്ന് മുതൽ തുടങ്ങിയാൽ റാഹത്തായി. റമദാൻ വരെ എത്തുമ്പോൾ തന്നെ റാഹത്താവും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിയൂല. അതാണ് ജമാഅത്ത് കൃത്യമാക്കിയാലുള്ള ഗുണം. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം കൃത്യത വെച്ചാൽ എല്ലാ മോശമായ നീചമായ പ്രവർത്തനങ്ങളിൽ നിന്നും അവനെ തടയുമെന്ന് വിശുദ്ധ ഖുർആൻ. 5 വഖത്ത് നിസ്കാരം കൃത്യത വെച്ചാൽ മതി. നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മോശത്തരമുണ്ടോ, കള്ളുകൂടിയുണ്ടോ ഒക്കെ മാറും, പെണ്ണുപിടിയുണ്ടോ ഒക്കെ പോവും, എല്ലാ പരിപാടിയും നിൽക്കും. നിസ്കാരം 5 വഖത്ത് ചിട്ട വെച്ചാൽ. ഖുർആൻ പറയാൻ അത് തുടങ്ങുമ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവും. അത് കൃത്യമായിട്ട് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും തൗഫീഖ് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവിടെ എല്ലാവരും ചെറുപ്പക്കാരികളൊക്കെ ശ്രദ്ധിക്കുന്നു, നമ്മൾ നന്നാവാൻ തീരുമാനിക്കും. ഇനിയുള്ള ദിവസങ്ങളൊക്കെ പടച്ച റബ്ബിലേക്ക് വേണ്ടി നമ്മൾ തിരിക്കും. ദിക്ർ കൂടുതലായി ചെല്ലിൻ, ഖുർആനുമായി ബന്ധപ്പെടിൻ. ഒരു ഖത്തമൊക്കെ തീർക്കാൻ വേണ്ടി നിയത്തി. ഈ വേനലവധിയിൽ ഒരു ഖത്തം ഞാൻ ഓതി തീർക്കും റമളാന് മുമ്പ് എന്ന് നിയത്ത് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. കൂടുതൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വേഗം പോകാതെ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതി. ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഒരാളെങ്കിലും അമൽ ചെയ്താൽ ചെറിയ കിട്ടലല്ല, വലിയ കിട്ടലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഉണ്ടാവും, മാറ്റമുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ പ്രായം ചെന്ന് നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ അവർ പ്രായം ചെല്ലട്ടെ, അല്ലാതിരിക്കട്ടെ. അവരോടൊരു മോശത്തരവും പറയാൻ പാടില്ല, ഒരു അനാവശ്യവും പറയാൻ പാടില്ല. അതുപോലെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നത്, നമ്മളെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. നമ്മളെ ചിട്ട വെക്കണം, നമസ്കാരം ചിട്ട വെക്കണം. മക്കളുമായി ഒരുമിച്ചിരുന്നു കൊണ്ട് സിനിമ കാണുന്ന ശൈലി അതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞ്. അതൊക്കെ അന്യമതത്തിൽ നിന്ന് കയറി വന്ന സംഭവമാണ്. കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് സിനിമ കാണുക, ഒരുമിച്ച് തിയേറ്ററിൽ പോവുക, അതൊന്നും പാടില്ല. ഒരുമിച്ച് ആഹാരം കഴിക്കുക, ദീനിൻ്റെ വിഷയങ്ങൾ ഒരുമിച്ചിരുന്നിട്ടൊരു യാസീനോദിൻ മരണപ്പെട്ടവർക്ക് വേണ്ടി. നമ്മുടെ വല്യപ്പ മരണപ്പെട്ടു പോയി, ഇന്ന് അതിൻ്റെ ആണ്ട്. നേരത്തെ ബഹുമാനിയുള്ള സ്വാഗത ഭാഷകൻ അദ്ദേഹം ആ പറഞ്ഞതിൽ എനിക്ക് വലിയ ഇഷ്ടം തോന്നി അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാപ്പ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓർക്കണം നമ്മൾ അവരെയൊക്കെ ഓർക്കണ്ടേ. അവരിവിടെ കബറിൽ കിടക്കണ്ടില്ല. ഇവിടെ കബറിൽ കിടക്കുന്നവരൊക്കെ ഈ മൈലാഞ്ചി കാടുകൾക്കൊക്കെ ഒരുപാട് കഥ പറയാനുണ്ട്. അവരാ കബറിൽ കിടന്നുകൊണ്ട് ഇപ്പോൾ ഓർക്കാണ്, പടച്ച റബ്ബേ എൻ്റെ മകൻ എൻ്റെ മക്കൾ ഈ സദസ്സിലുണ്ട്, അവരെനിക്ക് വേണ്ടി ഒരു ദുആ ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി സദക്ക നൽകിയിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. അവർ കൊതിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ളതാകുന്ന സദസ്സാണിത്. കാരണം അവർ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ കളിക്കുന്നത് പോലെ അവർ കളിച്ച് നടന്നു. ഇത്ര പെട്ടെന്ന് മരണമുണ്ടാകുമെന്ന് അവർ ഓർത്തില്ല. ഇന്നവർ മരിച്ച് കബറിൽ കിടക്കുക. നമ്മൾ നാളെ ഇതേപോലെ മരിക്കുമ്പോൾ ഇതേപോലെ ഇവിടെ വാത് നടക്കും, അന്നും ഇവിടെ ദുആ നടക്കും. അന്ന് കബറിൽ കിടന്ന് നമ്മൾ സന്തോഷിക്കും, പടച്ച റബ്ബേ അന്നാ ഉസ്താദ് പറഞ്ഞത് എത്ര കറക്റ്റാണ്, എനിക്കിന്ന് അമൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ അമൽ കുറഞ്ഞു പോയല്ലോ എന്ന് ഖേദിക്കാൻ പാടില്ല. അതിനാണ് ഈ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിലേക്ക് നമ്മൾ വഴി നടക്കുമ്പോൾ നാളെ മുതൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതിയിരിക്കണം. എല്ലാ ദിവസവും കടക്കുന്നതിന് മുമ്പ് ഓർക്കുക, ഇന്ന് ഓതിയിട്ടുണ്ടോ. ഒരു ജുസു ഓതാൻ നമ്മളെ കൊണ്ട് സുഖമായിട്ട് കഴിയും. നമ്മൾ മദ്രസയിൽ പഠിച്ചാലേ റാഹത്തായി ഓതാൻ അറിയുന്ന ചെറുപ്പക്കാർ മക്കളൊക്കെ. എത്രയോ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ, നിങ്ങൾ ഈ റോഡ് സൈഡിലൊക്കെ ഈ അന്യമതത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ വന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്ക്, എത്ര ആളുകളുണ്ട് പാവങ്ങൾ. നല്ല ഖുർആൻ ഓതാൻ അറിയുന്ന എത്ര ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിത ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകൾ കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. മുടി വെട്ടാൻ നിൽക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മിക്കതും ഹാഫിലുകളാണ്, യുപിയിൽ നിന്നൊക്കെ വന്നിരിക്കുന്നവർ. അവരുടെ ജീവിത കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയത്. നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല, വാപ്പായും ഉമ്മയും റാഹത്തായ നിലയിൽ സമ്പാദിക്കുന്നുണ്ട്. നമ്മളോട് ഇന്ന് വരെ നീ ഡെയിലി ഇത്ര രൂപ വീട്ടിൽ കൊണ്ടുവന്നെങ്കിലേ കയറ്റുമെന്ന് വാപ്പായും ഉമ്മയും പറഞ്ഞിട്ടില്ല, ഒരു പൈസയും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആകെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആയിരക്കുക, നിങ്ങൾ കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കുക, ജീവിതത്തിൽ നല്ല റാഹത്തായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, അത് മാത്രമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ മഹല്ലിനെ അള്ളാഹു അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. എല്ലാ ആഴ്ച തോറും നടക്കുന്ന ഈ സലാത്ത് മജ്‌ലിസിൽ കൃത്യമായി നമ്മൾ പങ്കാളികളാകുക. അള്ളാഹു അതിൻ്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർവിലും അല്ലാതെയും സ്വപ്നത്തിലുമൊക്കെയായി ദർശിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 3 സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ദഅവത്ത് ഓഫ് കുമ്മനം അസ്ഹരി എന്നുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വിനീതനുണ്ട്. എല്ലാ ദിവസവുമുള്ള പ്രഭാഷണം ലൈവുള്ളത് ലൈവ് ലഭിക്കുന്നതും അല്ലാത്തത് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ലഭിക്കുന്നതുമായ ഒരു ഗ്രൂപ്പാണ്. നെറ്റുള്ള ആളുകൾ, വാട്സാപ്പ് ഉള്ളവർ, ഞാൻ ഒരു നമ്പർ പറയും, മൊബൈലുള്ളവർ ആ നമ്പർ ഒന്ന് ഫീഡ് ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. ഇത് കഴിയുമ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് ചെയ്താൽ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടും. മൊബൈലുള്ളവർ ആ നമ്പർ ഒന്ന് അടിച്ചോളൂ ഇൻഷാ അല്ലാഹ്. 73 56 611 386. ഒന്നുകൂടി പറയാം, 73 56 611 386. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. കുമ്മനം ഉസ്താദിൻ്റെ പേജിൽ ചേർക്കൂ എന്നൊരു മെസ്സേജ് നൽകിയാൽ ഇൻഷാ അല്ലാഹ്
നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടും. വാട്സാപ്പിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് കൊടുത്താൽ മതി, ഈ നമ്പർ ഫീഡ് ചെയ്തിട്ട്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഏകദേശം 15,000-ഓളം ആളുകളായി. 70ഓളം ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ആഡ് ചെയ്യപ്പെടും. എല്ലാ ദിവസവുമുള്ള പ്രഭാഷണം, വ്യാഴം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വാദമുണ്ടാവും. അതിൽ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിങ്ങൾക്ക് കേൾക്കാം. വ്യാഴാഴ്ച ദിവസം നാട്ടിൽ പോകും. അതായത് ഇന്ന് വാദം കഴിഞ്ഞ് പോകുന്നതെന്നർത്ഥം. ബാക്കിയുള്ള എല്ലാ ദിവസവും വാദം നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഗ്രൂപ്പിൽ ആഡ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസ് കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിൻ്റെ ഭാരവാഹികൾ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കിടയിലുള്ള ഈ ഐക്യവും ഈ സ്നേഹവും ഈ കൂട്ടായ്മയും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഈ മതമൈത്രിയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان الأبدي الأبد، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافي السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاهم عددا، سبحان من قسم الأرزاق ولم ينس أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد، سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرج الهموم والغموم فرج همومنا وغمومنا يا الله. ويا حي يا قيوم برحمتك نستغيث. اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهدة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه. وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وحييت إلى يوم تبعث من نفريت برحمتك يا الله ويا أرحم الراحمين. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ റബ്ബേ, നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ നഖന്തേ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മാരിഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാ. ആലിമീങ്ങൾക്കുണ്ട്, മുത്തഅല്ലിമീങ്ങൾക്കുണ്ട് റബ്ബേ. സർവരുടെയും സർവ്വ നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. രോഗികളുണ്ട്, പരിപൂർണ്ണ ശമനം നൽകണേ അല്ലാ. അബ്ദുറഹ്മാൻ എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഉപ്പയടക്കം അല്ലാഹുവേ പലരും രോഗികളാണ്. നീ പരിപൂർണമായ ശമനം നൽകണേ അല്ലാ. ശരീരത്തിന് ആഫിയത്ത് നൽകണേ റബ്ബേ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹ്യങ്ങളാക്കി
ആക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ റബ്ബേ, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കളുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. നീ ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ബഹലിന് നേതൃത്വം നൽകുന്ന അംസ ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ആഫിയത്ത് നൽകണേ റബ്ബേ, ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാ. ആരെല്ലാം രോഗികളായി കിടക്കുന്നവരുണ്ട് സർവർക്കും നീ ശമനം നൽകണേ റബ്ബേ. സർവോപരി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ സർവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ദറജ ഉയർത്തണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ റബ്ബേ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം സ്നേഹത്തോടുകൂടി പെരുമാറുന്നവരുണ്ടോ, ഈ വിനീതനടക്കമുള്ള ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകിയതാകുന്ന കുഞ്ഞു മുഹമ്മദ് എന്ന സഹോദരന്റെ ജീവിതത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആരെല്ലാം സഹായികളായി വർത്തിക്കുന്നുണ്ടോ, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സ്നേഹിതനടക്കം അല്ലാഹുവേ സർവരുടെയും ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. അബ്ദുറഹ്മാൻ എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബം സർവരെയും നീ കബൂലാക്കണേ അല്ലാ. സർവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. സാലിഹും സാലിഹത്തുമായ മക്കളെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ റബ്ബേ. സർവോപരി കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. ഉള്ള കടങ്ങളിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരുമാണ്, നീ കബൂലാക്കണേ അല്ലാ. സലാത്ത് മജ്ലിസിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ തണലിലായി ഞങ്ങളുടെ മരണവും ഞങ്ങളുടെ ജീവിതവും നീ സാധ്യമാക്കണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ കബൂലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്കും ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.